ഐശ്വര്യ, ശബ്ദമൊക്കെ അല്ലേ? ഓക്കെ ആണ്. കേൾക്കുന്നില്ലേ മിസ്? ഓക്കെ. ആ, കേൾക്കാം കേൾക്കാം. ഓക്കെ. നമുക്ക് പതുക്കെ തുടങ്ങിയാലോ അക്ഷയ? മിസ് തുടങ്ങാം. നമസ്കാരം. വായനയെ ഹൃദയത്തിലേറ്റിയ ഒരു കൂട്ടം മനുഷ്യരുടെ ഒത്തുകൂടലിന് വേദിയൊരുക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന SNM BA ട്രെയിനിംഗ് കോളേജിലെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിയാണ്. വായിക്കുംതോറും നാം ഓരോരുത്തരും വായനയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നായി തോന്നിയിട്ടുള്ളത് വായന ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രേരക ശക്തിയായി തീരാറുണ്ട് എന്നതാണ്. കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, അപകർഷതാബോധങ്ങളിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം മനുഷ്യരെ കരകയറ്റാനുള്ള മാന്ത്രിക ശേഷി വായനയ്ക്കുണ്ട്. ഓരോ വായനയും നമ്മെ പുതിയ ചിന്തകളിലേക്കും ലോകങ്ങളിലേക്കും നയിക്കുന്നു. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പുസ്തക നിരൂപണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അരുന്ധതി റോയിയുടെ ഏറെ ശ്രദ്ധേയമായ ഓർമ്മ പുസ്തകമായ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്റെ NG നയനതാര മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകമാണ്. ഈ മനോഹര സായാഹ്നത്തിൽ ഔദ്യോഗികമായി ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ കോളേജിലെ 2ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ഐശ്വര്യ TS നെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വായനയുടെ ലോകം നമ്മെ പുതിയ ചിന്തകളിലേക്കും അനുഭവങ്ങളിലേക്കും മനുഷ്യ ജീവിതത്തിന്റെ സൂക്ഷ്മതകളിലേക്കും കൈപിടിച്ചുയർത്തുന്ന അതുല്യമായ ഒരു സഞ്ചാരമാണ്. അതിനായി അവസരമൊരുക്കുന്ന നമ്മുടെ പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിയായ വ്യാഴാഴ്ച വായനാഴ്ചയിലേക്ക് സ്വാഗതം അറിയിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. നമ്മുടെ കലാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രചോദനവും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിസിനി PS മിസ്സിനെ അതിയായ ആദരവോടെയും സ്നേഹത്തോടെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിയിൽ നിരൂപണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മദർ മേരി കംസ് ടു മീ എന്ന അരുന്ധതി റോയുടെ ശ്രദ്ധേയമായ പുസ്തകമാണ്. അത് പരിചയപ്പെടുത്തുവാനും വിലയിരുത്തുവാനും നമ്മുടെ തന്നെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ അധ്യാപകനും ഗാനരചയിതാവും സഹസംവിധായകനുമായ ബ്രൂസ്ലി കുറുവിള തോമസ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ്മാരായ ഡോക്ടർ KS കൃഷ്ണകുമാർ സർ, ഡോക്ടർ ഹീര KS മിസ് എന്നിവരെയും നമ്മുടെ ലൈബ്രറിയനായ മോണിക്ക PM മിസ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മോഡറേറ്ററും സ്റ്റുഡന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ അക്ഷയ TS നെയും ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഇന്ന് ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ പുസ്തക പ്രേമികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ഐശ്വര്യ. എഴുത്തുകാരി, തിരക്കഥാകൃത്ത്, സാമൂഹിക പ്രവർത്തക എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അരുന്ധതി റോയ് 1961 നവംബർ 24 മേഘാലയയിലെ ഷില്ലോങ്ങിൽ ജനിച്ചു. മാതാവ് കോട്ടയം അയ്മനം സ്വദേശിനി മേരി റോയ്. പിതാവ് രാജീവ് റോയ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്ക് 1997 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചു. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ദ കോസ്റ്റ് ഓഫ് ലിവിംഗ്, പവർ പൊളിറ്റിക്സ് തുടങ്ങിയവ പ്രധാന കൃതികളാണ്. 2025 പ്രസിദ്ധീകരിച്ച ഓർമ്മ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ. മലയാളത്തിലെ പ്രശസ്ത പത്രപ്രവർത്തകയും എഴുത്തുകാരിയും വിവർത്തകയുമായ NG നയനതാരയാണ് ഈ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. മലയാളം പരിഭാഷ DC ബുക്സ് 2026 മെയ് മാസത്തിൽ പുറത്തിറക്കി.
അരുന്ധതി റോയ് തന്റെ അമ്മയുമായുള്ള സങ്കീർണ ബന്ധത്തെക്കുറിച്ച് തുറന്നെഴുതിയിരിക്കുന്ന മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മ പുസ്തകം നിരൂപണം ചെയ്യുന്നത് നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിയിൽ നിറസാന്നിധ്യമായി കൂടെ നിൽക്കുന്ന ബ്രൂസിലി മാഷാണ്. നമ്മുടെ കോളേജിലെ 1998-99 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയും കോളേജ് യൂണിയൻ ചെയർപേഴ്സണുമായിരുന്നു. അദ്ദേഹം നല്ലൊരു വായനക്കാരനും പ്രഭാഷകനും സംഘാടകനും അഭിനേതാവും പ്രകൃതി സ്നേഹിയുമാണ്. ആലുവ UC കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ഏറെ സ്നേഹത്തോടെ ആദരവോടെ ബ്രൂസ്ലി മാഷിനെ പുസ്തക നിരൂപണത്തിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. ഇതിൻ്റെ SNM കോളേജിലെ പ്രിൻസിപ്പല് കൃഷ്ണകുമാർ മാഷ്, ഹീര ടീച്ചർ, മറ്റ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അധ്യാപക സുഹൃത്തുക്കള്, വിദ്യാർത്ഥിനി സുഹൃത്തുക്കള്, പ്രിയപ്പെട്ട കേൾവിക്കാര്, ഈ അടുത്ത് വായിച്ച പുതിയ കുറച്ച് പുസ്തകങ്ങളിൽ ശരിക്കും നമ്മളെ പിടിച്ചുലയ്ക്കുന്ന ഒരു പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മലയാളി, ഇപ്പം നമ്മുടെ മലയാളത്തെ ഏറ്റവും സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി നമ്മൾ പറയാറ് മാതൃഭാഷ എന്നാണ്. മറ്റെന്തും നമുക്ക് പകരം വയ്ക്കാനും വാങ്ങാനും പറ്റും, പക്ഷേ അമ്മയെ പറ്റില്ലല്ലോ. അങ്ങനെ അമ്മയോടുള്ള സ്നേഹം, അമ്മയുടെ സ്നേഹം, ഇതൊക്കെ ഏറ്റവും ആദരവിലും സ്നേഹത്തിലും മഹത്വത്തിലും ഉയർത്തിക്കൊണ്ടാണ് നമ്മളുടെ സങ്കല്പങ്ങളിൽ, നമ്മുടെ അനുഭവങ്ങളിൽ അമ്മ നിറയുന്നത്. ആ അമ്മയെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ തകർത്തെറിയുന്ന ഒരു ചിത്രം നമ്മൾക്ക് മദർ മേരി കംസ് ടു മീയിൽ കാണാം. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇതിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പുസ്തകത്തെ വായിക്കുമ്പോൾ നോക്കിക്കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാടൊന്നും മഹത്വവൽക്കരിക്കാതെയും ഒരുപാടൊന്നും വില്ലൻ വൽക്കരിക്കാതെയും ഏതാണ്ട് നേർചിത്രം വരച്ചിടാനാണ് അരുന്ധതി ശ്രമിക്കുന്നതെന്ന്. പക്ഷേ ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം, ഇങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന അരുന്ധതി അമ്മയെക്കുറിച്ച് പറയുന്നത് അവർ എൻ്റെ അഭയവും കൊടുങ്കാറ്റുമാണ് എന്നാണ്. ആസ്മ രോഗം കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്ന അമ്മയോട് ചേർന്ന് കിടന്ന് അവരുടെ മറ്റൊരു ശ്വസനാവയവം പോലെയാണ് തൻ്റെ കുട്ടിക്കാലം താൻ ജീവിച്ചത് എന്നും അരുന്ധതി ഓർക്കുന്നുണ്ട്. മേരി റോയിയുടെയും കുടുംബജീവിതം, സ്വന്തം കുട്ടിയായി വളർന്നു വന്ന സമയത്തുള്ള കുടുംബജീവിതം, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിരുന്ന അനുഭവങ്ങളൊന്നും തന്നെ നല്ലതായിരുന്നില്ല. ആ പിതാവിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ചെറിയ പ്രായത്തിൽ ബംഗാളിയായ റോയി എന്ന ടീ എസ്റ്റേറ്റിലെ മാനേജറായിരുന്ന ഒരു യുവാവുമായിട്ട് പ്രണയ വിവാഹത്തിലാകുന്നതും 2 കുട്ടികളുടെ അമ്മയായി തീരുന്നു മേരി റോയ്. ആ മേരി റോയ് പക്ഷെ തൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം, തൻ്റെ കുട്ടികൾ പറക്കമുറ്റാറാകുന്ന അല്ലെങ്കിൽ പിച്ച വയ്ക്കാറാകുന്ന ആ ഒരു പ്രായത്തിൽ തന്നെ അത് വേണ്ട എന്ന് വെക്കുകയും, അയാൾ ഒരു കഥയില്ലാത്ത മനുഷ്യനാണ് എന്നാണ് തൻ്റെ ഭർത്താവിനെ കുറിച്ച് മേരി റോയ് എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത്. അങ്ങനെ ആ ജീവിതത്തിൽ നിന്ന് തൻ്റെ ഈ 2 കുട്ടികളെയും കൊണ്ട് അവർ രക്ഷപ്പെട്ടു പോയിരുന്നു. ഏതാണ്ട് അത് മുതലാണ് അരുന്ധതിയുടെ ഓർമ്മ തുടങ്ങുന്നത്, തൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മ തുടങ്ങുന്നത്. അതിനു മുൻപ് ഈ പുസ്തകം തന്നെ തുടങ്ങുന്നത് മേരി റോയി മരിക്കുമ്പോൾ അവരുടെ ഫ്യൂണറലിൽ പങ്കെടുക്കാൻ വേണ്ടി വിമാനത്തിൽ വരുന്ന അരുന്ധതി അവരെ കുറിച്ച് ഓർത്ത് തുടങ്ങുന്ന, അങ്ങനെയാണ് ഈ കൃതി തുടങ്ങുന്നത്. അപ്പൊ തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് അരുന്ധതി പറയുമ്പോൾ
നമ്മൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അരുന്ധതി വരച്ചു വെക്കുന്ന നമ്മുടെ ഏറ്റവും അവിശ്വസനീയമായി തോന്നുന്നത്, വൈരുദ്ധ്യമായി തോന്നുന്നത്, നമ്മളുടെ കണ്ണിൽ നമ്മളുടെ അരുന്ധതി വരച്ചു വെക്കുന്ന തന്റെ ജീവിതാനുഭവങ്ങളിലൊന്നും നല്ലതായിട്ടുള്ള ഒരു വാക്കോ നല്ലതായിട്ടുള്ള ഒരു നോക്കോ മേരി റോയിൽ നിന്നും അരുന്ധതിക്ക് ഉണ്ടാകുന്നില്ല. എന്നിട്ടും അരുന്ധതിയുടെ ഏറ്റവും, നമ്മളിപ്പോ ആധുനിക ലോകത്താണെങ്കിൽ നമ്മൾ അതിനെ പറയുക ചങ്ങലയെ സ്നേഹിക്കുക എന്നൊക്കെയാണ്. അതായത് അടിമത്തത്തെ അടിമ സ്നേഹിച്ചു തുടങ്ങുന്ന പോലുള്ള ഒരു അവസ്ഥ അരുന്ധതിയിൽ. അപ്പൊ എങ്ങനെയാണ് അതിനെ നിർവചിക്കാൻ കഴിയുക? ഇത്തരത്തിലുള്ള ഒരു അവിശ്വസനീയമായ സങ്കീർണമായ ഒരു ബന്ധത്തിന്റെ, ഒരു പക്ഷെ നമ്മൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത, പരിചയം പോലുമില്ലാത്ത ഒരു ബന്ധത്തിന്റെ ആവിഷ്കാരമാണ് ഇതിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത്. ഒപ്പം തന്നെ തന്റെ കുട്ടിക്കാലം മുതൽ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, ജീവിതത്തിന്റെ നാൾ വഴികൾ, ഇങ്ങനെ പോയി. ചിലർ പറയുന്നുണ്ട് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിന്റെ ഉറവിട പുസ്തകമായിട്ട്, അല്ലെങ്കിൽ ആ പുസ്തകം എങ്ങനെ രചിക്കപ്പെട്ടു എന്ന് പോലും നമ്മളോട് പറയുന്ന ഒരു പശ്ചാത്തലം വിവരിക്കുന്ന ഒരു കൃതിയായിട്ട് കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാമെന്നുള്ള രീതിയിൽ നിരീക്ഷണങ്ങളുണ്ട്. അപ്പോ അങ്ങനെ തന്റെ കുട്ടിക്കാലത്തിലേക്ക് അവര് ആ ഓർമ്മകളിലേക്ക് പോയി തുടങ്ങുന്നത് ഈ അവരുടെ മേരി റോയിയുടെ അച്ഛൻ ഉണ്ടായിരുന്ന ഊട്ടിയിലെ വേനൽക്കാല വസതി കയ്യേറി താമസിച്ചു തുടങ്ങിക്കൊണ്ടാണ്. അതിന്റെ ഒരു ഭാഗത്ത് വാടകക്കാരുണ്ടായിരുന്നു, മറ്റൊരു ഭാഗം ഒഴിഞ്ഞു കിടന്നിരുന്ന ആ ഭാഗം ആരോ മുമ്പ് വാടകയ്ക്ക് താമസിച്ചിരുന്നയാള് ഒഴിഞ്ഞു പോയിട്ട് അയാളുടെ സാധനങ്ങൾ മാത്രം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന 2-3 മുറികളിലേക്ക് ഇവരങ്ങടെ പൂട്ടുപൊളിച്ച് കയറുകയാണ്. അവിടെ നിന്ന് മേരി റോയിയെ ഒഴിപ്പിക്കാൻ സഹോദരനായ ഐസക്കും മേരി റോയിയുടെ അമ്മയും കൂടി, ഐസക്കിന്റെയും അമ്മയും കൂടി ചേർന്ന് നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയുള്ള അവരുടെ പോരാട്ടങ്ങളാണ് 86-ൽ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തെ, തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ആ നിയമത്തെ ആകെക്കൂടി റദ്ദു ചെയ്യുകയും സ്ത്രീകൾക്കും ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പിതൃസ്വത്തിൽ തുല്യ അവകാശമുണ്ട് എന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അത്തരത്തിൽ വളരെ വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു വീരനായികയായിരുന്നു മേരി റോയ്. ആ മേരി റോയിയെ ഒരു ഭാഗത്ത് അരുന്ധതി റോയ് അതേ എന്താ പറയുക വർണ്ണാഭയോടുകൂടി തന്നെ വരച്ചിടുന്നുണ്ട്. ഒപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും അവർ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഊട്ടിയിൽ താമസം തുടങ്ങുകയും പോലീസിന്റെ ഒക്കെ സഹായത്തോടെ മേരി റോയി അവിടെ താമസം തുടങ്ങുകയും രണ്ട് കുട്ടികളെ നോക്കാൻ വേണ്ടി ഒരു വേലക്കാരിയെ നിയമിക്കുകയും അങ്ങനെയുള്ള ആ മുന്നോട്ടുള്ള പോക്ക്. പക്ഷെ അവരുടെ ആസ്മ രോഗിയായതുകൊണ്ട് തണുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവിടുന്ന് അവർ അയ്മനത്തേക്ക് വരികയാണ്. അയ്മനത്ത് അവര് ചില ബന്ധുക്കളുടെയൊക്കെ ചെറിയ ചില സഹായങ്ങൾ കിട്ടിയെങ്കിലും മുന്നോട്ടുള്ള പോക്കിന് അത് ശാശ്വതമായ പരിഹാരമല്ല എന്ന് കണ്ട് അവര് റോട്ടറി ക്ലബിൽ എൻ്റെ മുറികളിൽ ഒരു ചെറിയ ഹാളിൽ വാടകയ്ക്ക് എന്നുള്ളത് പോലെ ചെറിയ ഒരു പള്ളിക്കൂടം തുടങ്ങുകയും അതിൻ്റെ അടുത്ത് തന്നെ താമസമാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ പള്ളിക്കൂടമാണ്, അതായത് രാത്രിയിൽ അതൊരു ക്ലബാണ്, പകല് ആ ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടായ അവശിഷ്ടങ്ങൾ മുഴുവനും കുട്ടികൾ കൂടി ചേർന്ന് തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം അവിടെ വലിച്ചു നീക്കി വീണ്ടും ക്ലാസ് മുറികളാക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളോടുകൂടി സ്കൂൾ പ്രവർത്തിച്ചു തുടങ്ങുന്നു. അങ്ങനെ കോട്ടയം പോലുള്ള ഒരു നാട്ടിൽ ഇത്തരത്തിൽ ഒരു സ്കൂളുമായി അവർക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ആ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് തന്റെ ജീവിത മാർഗം എന്നുള്ള നിലയിൽ അവർ കണ്ടെത്തിയ ഒന്നാണ് സ്കൂൾ തുടങ്ങുക എന്നുള്ളത്. ആ സ്കൂളിലേക്ക് ചില വിദേശികളെയും അധ്യാപകരായിട്ട് ചില ജോലിക്കാരെയും പിന്നെ കുറച്ച് രക്ഷാകർത്താക്കളെയും അവരുടെ കുട്ടികളെ ചേർക്കാൻ വിശ്വസിക്കാവുന്ന ഒരു സ്ഥലമായിട്ട് ആകർഷിക്കാനും അതുമായിട്ട് മുന്നോട്ട് പോകാനും അവർക്ക് സാധിച്ചു. അങ്ങനെ അത്
ക്രമേണ എല്ലാവരാലും സമ്മതിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തുകയും അവര് പിന്നീട് സ്വന്തമായിട്ടൊരു സ്കൂൾ തുടങ്ങണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കുറച്ച് പണം സമ്പാദിച്ചിട്ട് ഒരു കുന്നിൻപുറം, അധികം വിലയൊന്നും വരാത്ത ഒരു കുന്നിൻപുറം വാങ്ങുകയും ആ കുന്നിൻപുറത്തെ ഇവരുടെ സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടി അന്ന് ആ കാര്യത്തിൽ വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ പണിയുന്നതിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ലാറി ബേക്കറെ സമീപിക്കുകയും ചെയ്യുന്നു. ഈ ലാറി ബേക്കറിന്റെ അടുത്ത് ചെല്ലുന്ന ഒരു സമയം, ഈ അവരുടെ ഒരു സ്കൂൾ വാഹനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാനിലാണ് അവർ പോകുന്നത്. ആ വാനിൽ അവരുടെ ജോലിക്കാരി ഒരു വിശറി കൊണ്ട് അവരെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ പുസ്തകത്തിലുള്ള ചിത്രങ്ങൾ തന്നെയാണ്. വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് അരുന്ധതിയും അവരുടെ കൂടെ ഉണ്ട്. ഇവർ മാത്രമേ ഉള്ളൂ. അതിനു മുൻപ് ഈ പീഡനങ്ങളുടെ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പഠനവും അതിൽ നിന്ന് കിട്ടുന്ന മാർക്കും റാങ്കും ഒക്കെ ഏറ്റവും മികച്ചതായിരിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോ അരുന്ധതി പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. അവളുടെ റാങ്ക് മെച്ചപ്പെട്ടതായിരുന്നു. അവളെ ആശ്ലേഷിച്ച് അനുമോദിച്ചിരുന്നു. പക്ഷേ ലളിത് റോയ്, LKC എന്ന് അരുന്ധതി ഉടനീളം വിളിക്കുന്ന സഹോദരനെ അവർ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. ലളിത് കുമാർ ക്രിസ്റ്റഫർ റോയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ കൃതിയിൽ ഉടനീളം LKC എന്ന് തന്നെയാണ് കാണുന്നത്. LKC വളരെ മോശക്കാരനായിരുന്നു. പഠനത്തിന്റെ കാര്യത്തിൽ അവന് ബെൽറ്റ് കൊണ്ടുവരെ അടിക്കുമായിരുന്നു. അപ്പൊ താൻ ഇങ്ങനെ മികച്ച മാർക്കും ഗ്രേഡും വാങ്ങി അഭിനന്ദിക്കപ്പെടുമ്പോൾ അരുന്ധതിക്ക് ഭയമായിരുന്നു. കാരണം താൻ അഭിനന്ദിക്കപ്പെടുമ്പോൾ പിന്നിലേക്ക് പോകുന്ന ഒരുവൻ പീഡിപ്പിക്കപ്പെടുകയാണ് എന്ന്, ഏതൊരു വിജയങ്ങളുടെയും ഒരു മറുപുറം ഇത്തരത്തിൽ ഉണ്ട് എന്നുള്ള നിലയിൽ വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാൻ എന്നും അവർക്കൊരു ഭയമുണ്ടായിരുന്നു. ബുക്കർ പ്രൈസ് നേടിയ സമയത്ത് പോലും അവർക്ക് ചെറുപ്പകാലത്തെ ഈ ഒരു വിരുദ്ധമായ അനുഭവങ്ങൾ കൊണ്ട് ആ ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ആ വിജയത്തിന്റെ പൂർണ്ണമായ സന്തോഷത്തിലേക്ക് എത്താൻ കഴിയാതിരുന്നതിനെ കുറിച്ച് അവർ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ വാനിൽ അവർ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ലാരി ബേക്കറുടെ സഹായിയായി പ്രവർത്തിക്കുന്ന ജീസസ് എന്ന് പേരുള്ള ഒരു 19 വയസ്സുകാരനെയാണ്. അയാളുടെ ആ രൂപം, അയാളുടെ ശരീരം, അയാളുടെ ആ വരവ്, അരുന്ധതി റോയ് തുറന്നു തന്നെ എഴുതുകയാണ് കൃതിയിൽ. സെക്ഷൽ ഡിസയർ എന്ന് പറയുന്നത് എന്തിനെയാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് അനുഭവിച്ചത് ആ നിമിഷങ്ങളിലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും അവര് പിന്നീടുള്ള തന്റെ പഠനം എവിടെയാകണമെന്ന് തീരുമാനിക്കുന്നതിന് ആ ദൃശ്യം ഒരു കാരണമായിട്ടുണ്ട്. യേശുക്രിസ്തു, ജീസസ് ആണ് അയാളെ വിളിച്ചിരുന്നത്. യേശുക്രിസ്തു കടലിന് മുകളിലൂടെ തന്നെ കാണുന്നതിന് വേണ്ടി, തന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് വന്നു എന്നൊക്കെയാണ് അവരതിനെ അവതരിപ്പിക്കുന്നത്. എന്താണെങ്കിലും തന്റെ പഠനം ഈ ജീസസ് പഠിക്കുന്ന ഡൽഹിയിലെ സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനത്തിലാകണം എന്ന് അവർ തീരുമാനിക്കുന്നത് അവിടെ വെച്ചാണ്. പിന്നീട് ആ പഠനവുമായി ബന്ധപ്പെട്ട് അവർ വീട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് രക്ഷപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണമായിട്ട് അവർ പറയുന്നത്, ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിച്ചിരുന്നത് കൊണ്ട്, അമ്മയുമായിട്ട് ഇനിയും വഴക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള നിലയിലാണ് അവരതിനെ അവതരിപ്പിക്കുന്നത്. ഡൽഹിയിലുള്ള ഏറ്റവും സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ അവർ പഠനത്തിന്റെ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെയും നമ്മൾ ഇന്ന് നോക്കി കാണുമ്പോൾ കുത്തഴിഞ്ഞ എന്ന് നമുക്ക് പറയാവുന്നതിൻ്റെയും ഒക്കെ ആ തലങ്ങളെ വളരെ സ്വാഭാവികമായ ഒരു അവസ്ഥ എന്നുള്ള നിലയിലാണ് അരുന്ധതി അവതരിപ്പിക്കുന്നത്. അരുന്ധതിയുടെ പ്രണയങ്ങൾ, അനസ്തേഷ്യ പോലും ഇല്ലാതെയുള്ള ഗർഭചിത്രങ്ങൾ, പക്ഷെ ഒരാളെ പ്രണയിക്കുമ്പോഴും മറ്റൊരാളെ കാണുമ്പോൾ അയാളെയും പ്രണയിക്കുക എന്നുള്ള ഒരു, അങ്ങനെയൊന്നും അതിനകത്തൊന്നും നമ്മൾ ഇന്ന് കരുതും പോലെ, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലെ ആളുകൾ കരുതിയിരുന്നത് പോലുള്ള ഒരു അസ്വാഭാവികതയോ അല്ലെങ്കിൽ അത്തരത്തിൽ
സമൂഹത്തിന്റെ സദാചാര സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമുള്ള യാതൊരു അസാധാരണത്വങ്ങളും ഇല്ലാതെ വളരെ സ്വാഭാവികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു നദി ഒഴുകുന്ന പോലെയാണ് ഈ ഭാഗങ്ങളെല്ലാം ഒഴുകിപ്പോകുന്നത്. അവർക്ക് രണ്ട് കുട്ടികളുടെ അച്ഛനായ ഒരു സ്ത്രീയുടെ ഭർത്താവായ അങ്ങനെ ഒരു കുടുംബമായി തന്റെ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്ന പ്രദീപ് എന്ന് പറയുന്ന യുവാവുമായിട്ട് പ്രണയം ഉണ്ടാകുന്നതും അയാളുടെ ഭാര്യ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയി ഉറക്കത്തിൽ മരണപ്പെടുന്നതും ഈ സ്ത്രീ അവരുടെ ഭാര്യയായി അരുന്ധതിയും പ്രദീപും തമ്മിൽ വിവാഹിതരാകുന്നതും അവരുടെ കുടുംബം അതിനെ സ്വീകരിക്കുന്നതും പ്രദീപിന്റെ മക്കളെ അരുന്ധതി സ്വന്തം കുട്ടികളെ പോലെ നോക്കി വളർത്തുന്നതും അവരുടെ പഠന കാര്യങ്ങളിലും ഒക്കെ മുൻകൈ എടുക്കുന്നതും ആ കുടുംബത്തിൽ അവരോടൊപ്പം താമസിക്കുന്ന ഒരവസ്ഥ ആ കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്ര നന്നാവില്ല എന്ന് കരുതി അവരെ ബോർഡിങ്ങിലാക്കുന്നതും അവർ തിരിച്ചു വരുമ്പോൾ താൻ വേറെ വീട് വെച്ച് പോകുന്നതും അങ്ങനെ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് ഈ പറയുന്ന എല്ലാ അംശങ്ങളിലും പുലർത്തിയിരുന്ന ഒരു പക്ഷെ അമ്മയോടുള്ള ഈ സ്നേഹത്തിന്റെ കാര്യത്തിലും അമ്മയെ ഏറ്റവും ആരാധിയായി കാണുന്ന കാര്യത്തിലും ഒക്കെ അത് തന്നെയായിരിക്കാം. അരുന്ധതിയുടെ നമ്മൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും മാനവികമായിട്ടുള്ള മുഖത്തിന്റെ മാനവികമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ അംശങ്ങൾ ഇവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് അവര് മനഃപൂർവ്വം വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് അത്തരത്തിൽ ഒരു നന്മയും ആരോപിക്കാൻ കഴിയാത്ത വണ്ണം അത്രയും തുറന്നാണ് അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അവരുടെ രീതികളെയും ചെയ്തികളെയും കുറിച്ച് പോലും പറയുന്നത്. ചിത്രത്തിന്റെ കവർ പേജ് പോലും ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയിൽ അങ്ങനെയുള്ള ഒരു കവർ ചിത്രമാകുന്നത് നമ്മൾ വിചാരിക്കും അത് അങ്ങേയറ്റം അത്തരത്തിൽ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒന്നാണെന്ന്. ഒന്നുമല്ല, ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, മറ്റുള്ള കുറെ കാര്യങ്ങളാണ്. അതിനിടയിൽ സ്വാഭാവികമായി കടന്നു വരുന്ന എന്താ പറയണ നിത്യനിദാന സംഭവങ്ങൾ പോലെയേ ഉള്ളൂ ഇതിന്റെയൊക്കെ ആവർത്തനങ്ങൾ. അവരെ അമ്മയെ പറയുമ്പോൾ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ തൻ സ്വന്തം കുട്ടികളോട് അമ്മ പെരുമാറിയിരുന്നത് അങ്ങേയറ്റം മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ എല്ലാം തന്നെ സമൂഹത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഭാവിയിലേക്ക് എത്തിപ്പെടാൻ തക്കതായ ഒരു ശിക്ഷണമാണ് അവർക്ക് കിട്ടിയിരുന്നത്. പക്ഷെ സ്വന്തം മക്കളോട് ഒരിക്കലും മേരി റോയി അങ്ങനെ കാണിച്ചിരുന്നേയില്ല. അവർ മേരി റോയി എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംഭവം പറയുന്നുണ്ട്. പെൺകുട്ടികൾ ബ്രാ അണിയുന്നതിനെ കുറിച്ച് കളിയാക്കിയ ആൺകുട്ടികളെ ഇതറിഞ്ഞ മേരി റോയി അസംബ്ലിയിൽ തന്റെ ഒരു ബ്രാ എടുത്ത് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ അമ്മമാരും നിങ്ങളുടെ സഹോദരങ്ങളും ഇത് അണിയുന്നുണ്ട്, സഹോദരിമാരും ഇത് അണിയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനോട് ഇത്രമാത്രം സ്നേഹമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ എന്നിലേക്ക് വരൂ എന്നുള്ള രീതിയിൽ വരെ പറയുന്നുണ്ട്. ആ കുട്ടികൾക്ക് ഒരിക്കലും പിന്നീട് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചിട്ടൊക്കെ പുതിയൊരു കാഴ്ചപ്പാട് ഉണ്ടാകുന്ന രീതിയിലാണ് അവരുടെ ശിക്ഷണം കൊടുത്തിരുന്നത്. മാത്രമല്ല അവർക്ക് പുരുഷന്മാരോട് ഇപ്പോ LKC എന്ന് പറയുന്ന സ്വന്തം മകനോട് പോലും ഇത്രമാത്രം അസഹിഷ്ണുതയോടെ അല്ലെങ്കിൽ യാതൊരു ധൈര്യമില്ലാതെ നിർദാക്ഷിണ്യമായി പെരുമാറാൻ അവരെ പ്രേരിപ്പിച്ചത് പുരുഷ മേൽക്കോയ്മയോട് അങ്ങേയറ്റം കലഹം, സ്വന്തം ശ്വാസോച്ഛ്വാസങ്ങളിൽ പോലും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവിധ സ്ഥാപനങ്ങളോടും അവർ ആ രീതിയിൽ തന്നെ കലഹിച്ചിരുന്നു. ഈ പിന്തുടർച്ചാവകാശ നിയമത്തിനെതിരെയുള്ള പോരാട്ടം സുപ്രീം കോടതി വരെ നീണ്ടതും അത് ഇവിടെ ഉണ്ടായിരുന്ന പല സ്ഥാപനങ്ങളെയും മുറിവേൽപ്പിച്ചതും ഒക്കെ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. എന്താണെങ്കിലും ലാരി ബേക്കറുമായിട്ട് ചേർന്നിട്ട് അവരവിടെ പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഏറ്റവും മാതൃകാപരമായി ഏറ്റവും സുന്ദരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം ആ വശങ്ങളെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് ഒരു വശത്ത് നടക്കുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിവിധ സംഭവങ്ങൾ, ലോകത്ത് നടക്കുന്ന വിവിധ സംഭവങ്ങൾ അന്നൊക്കെയുള്ള ആ ഒരു ആരോഹണ ക്രമത്തിൽ തന്നെയാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡൽഹിയിലെത്തുന്ന അരുന്ധതി ഇറ്റലിയിലേക്ക്
പോവുകയാണ്. ഇറ്റലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പിന്റെ ബലത്തിൽ ഇറ്റലിയിൽ പോയി തന്റെ പഠനം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന അതിനു വേണ്ടി പോകുമ്പോൾ അവിടെ കാർലോ എന്ന് പറയുന്ന ഒരാളുമായിട്ട് സ്നേഹത്തിൽ ആവുകയും, പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവിടുന്ന് പ്രദീപിനെ കത്തെഴുതുകയും ചെയ്യുന്നുണ്ട്. പ്രദീപിന് എല്ലാ രാത്രിയിലും അരുന്ധതി കത്തെഴുതുന്നുണ്ട്. ഈ കത്തുകളിൽ നിന്നാണ് നിനക്ക് എന്തുകൊണ്ട് എഴുത്ത് നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാക്കിക്കൂടാ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നതും. ഒരു പക്ഷെ തനിക്കൊരു എഴുത്തുകാരിയാവാൻ പറ്റും, തനിക്ക് എഴുതാൻ പറ്റും, തന്റെ എഴുത്ത് നല്ലതാണ് എന്ന് ലോകത്തിൽ ആദ്യമായി കേൾക്കുന്ന ഒരു ആശംസാവാചകം പോലെയാണ് അവർക്കത് തോന്നിയത്. അങ്ങനെയാണ് അവർ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതാനുള്ള ഒരു പ്രചോദനമായി മാറുന്നത്. അങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അതിന്റെ ആ കയ്യെഴുത്ത് പ്രതി വായിച്ചിട്ട് തന്നെ അത് സങ്കല്പിക്കാൻ കഴിയാത്തത്ര പല മില്യണുകൾക്കാണ് ഏതാണ്ട് 18 പ്രസാധകർക്ക് ഒന്നിച്ച് കരാറായത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അരുന്ധതിക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും വലിയ ഒരു ഇതിലേക്ക് താൻ എത്തിയെന്ന്, അത്രയും വലിയൊരു സമ്പന്നയായി താൻ മാറി എന്നുള്ളത്. അതിനു മുൻപ് വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്നു ഓരോ കാര്യങ്ങൾക്കും എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഒരു മുറി വാടക വീട്ടിലൊക്കെ താമസിക്കാനും ഭക്ഷണത്തിനും ഒക്കെ വളരെയേറെ കഷ്ടപ്പെട്ടിരുന്ന ഒരാൾക്ക് ഇത്രയേറെ ആയപ്പോഴും അയാൾ ചിന്തിക്കുന്നത് ഇതൊന്നും തനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് വിചാരിച്ചിട്ട് അവരോട് ബന്ധമുണ്ടായിരുന്ന സുഹൃത്തുക്കളായിരുന്ന ബന്ധുക്കളായിരുന്ന ആൾക്കാർക്കൊക്കെ അവരത് വീതം വെച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവര് പിന്നീടും പുസ്തകങ്ങൾ എഴുതുന്നു, തിരക്കഥകൾ എഴുതുന്നു. പ്രദീപ് സിനിമാ സംവിധായകനാണ്. പ്രദീപിന്റെ സിനിമകൾക്ക് തിരക്കഥ എഴുതുന്ന ജോലി അവർ ഏറ്റെടുക്കുന്നു. ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ആവശ്യപ്രകാരം തന്നെയാണത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന അവരെ ഈ ബുക്കർ പ്രൈസോടുകൂടി അവര് സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് ശക്തമായിട്ടുള്ള പിന്തുണയും ശ്രദ്ധയും ലോകശ്രദ്ധയും കിട്ടുന്നു. അങ്ങനെ എല്ലാറ്റിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ നടത്തുന്ന പലസ്തീന് നേരെ നടത്തുന്ന അക്രമങ്ങളെ കുറിച്ച്, ഇന്ത്യ നടത്തുന്ന ആണവ പരീക്ഷണങ്ങളെ കുറിച്ച്, ഇന്ത്യയിൽ ഉണ്ടാകുന്ന നർമ്മദ നദിക്ക് മുകളിലുള്ള അണക്കെട്ടിന് നേരെ ഉണ്ടാകുന്ന ആദിവാസികൾക്ക് വേണ്ടിയുള്ള സമരങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അതിന് നമ്മുടെ മേധാ പട്കറോടൊപ്പം അണിചേർന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്, നക്സലുകളോട് വളരെയേറെ ആ ഒരു സ്നേഹത്തോടു കൂടി പെരുമാറാനും അവരുടെ പ്രശ്നങ്ങളെ പഠിക്കാനും അവർക്ക് പിന്തുണ നൽകാനും ഒക്കെയുള്ള ശ്രമങ്ങളെ കുറിച്ച്, അവര് തന്നോട് ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന അനുഭവത്തെ കുറിച്ച്, അതിലൊരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത പിറ്റേന്ന് പത്രത്തിൽ വരുമ്പോ അതിൽ വല്ലാതെ വേദനിക്കുന്നതിനെ കുറിച്ച്, ഇങ്ങനെ പിന്നീട് ആക്ടിവിസത്തിന്റെ വഴികളിലേക്കാണ് ഈ പുസ്തകം നമ്മളെ, എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളും കാര്യങ്ങളുമാണ് ആ ഭാഗത്ത് പറയുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ നിലനിൽക്കുന്ന കേന്ദ്ര ഭരണത്തോടുള്ള അല്ലെങ്കിൽ ആ ആശയ സംഹിതയോടുള്ള ശക്തമായ വിയോജിപ്പുകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ താനാ തുടങ്ങിയെടുത്ത്, അതായത് അമ്മയുടെ മരണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, അമ്മയുടെ ഫ്യൂണറലിലേക്ക്, അതിനുശേഷം അമ്മയ്ക്ക് ഏറ്റവും ഉചിതം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സ്മാരകം തീർക്കുന്നതിലേക്ക്, അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് ഈ പുസ്തകം നമ്മളിൽ നിന്ന് നമ്മളോട് വലിയ ഒരു പതിറ്റാണ്ടുകൾ നീളുന്ന, ഏതാണ്ട് അരുന്ധതി റോയിയുടെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 65 ആ ഒരു രീതിയിലാണ് അവരുടെ പ്രായം നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും പഴയ ഓർമ്മകൾ മുതൽ ഇന്ന് വരെയുള്ള അവരുടെ ജീവിതം ആവിഷ്കരിക്കുന്നതോടൊപ്പം അതിൽ ഏറ്റവും വൈയക്തികമായിട്ടുള്ള തന്റെ രൂപപ്പെടലിന് വരെ കാരണമായിട്ടുള്ള തന്റെ കുടുംബ പശ്ചാത്തലത്തെ തുറന്ന് എഴുതുന്നതോടും അവതരിപ്പിക്കുന്നതോടും ഒപ്പം തന്നെ അവർ വളർന്നു വന്ന കാലങ്ങളിലുണ്ടായ ലോക സംഭവ വികാസങ്ങളോട് എത്തരത്തിൽ പ്രതികരിക്കാനാണ് തനിക്ക് തന്റെ മനസ്സ് പറഞ്ഞത്, തന്നെ പ്രാപ്തമാക്കിയത് എന്നുള്ള നിലയിലാണ് അവർ ഈ കൃതിയെ അവതരിപ്പിക്കുന്നത്. അതിനകത്ത് അവർ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളോടും കാഴ്ചപ്പാടുകളോടും ഒരു പക്ഷെ നമ്മൾക്ക് പലർക്കും വിയോജിപ്പുകൾ തോന്നിയേക്കാം. പക്ഷെ അതിനപ്പുറം അവരിലെ ആ ഒരു മനുഷ്യ മുഖത്തെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവരുടെ എല്ലാ പുസ്തകങ്ങളും കൃതികളും രാഷ്ട്രീയാതിപ്രസരവുമോ രാഷ്ട്രീയ
പരമായിട്ടുള്ള കാഴ്ചപ്പാടുകളോ മാത്രം നിറയുന്ന എന്നുള്ളത് ഒഴികെ ബാക്കിയുള്ള അവരുടെ എല്ലാ വൈയക്തിക അനുഭവങ്ങളെയും അവരുടെ ഭാവനകളെയും രചനകളെയും പരിചയപ്പെടണം എന്നുള്ളൊരു തോന്നലിലേക്ക് ഓരോ വായനക്കാരനെയും എത്തിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രികത അവരുടെ ആ എഴുത്തിനും അവരുടെ ഭാഷയ്ക്കും ഉണ്ട് എന്നുള്ളത്. ഇതൊരു ഓർമ്മ പുസ്തകമായിട്ടല്ല നമുക്ക് തോന്നുക, ഇത് ഒരു നോവലായിട്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഇതിലൂടെ സഞ്ചരിക്കുക. താഴെ വെക്കാൻ കഴിയാത്ത വണ്ണം, അല്ലെങ്കിൽ വായിച്ചു കഴിയുമ്പോഴും മനസ്സിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റാത്ത വണ്ണം ഇത് എങ്ങനെയൊക്കെയോ നമ്മളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആ കുട്ടിക്കാലത്തൊക്കെ പറയുമ്പോൾ നമ്മൾ അരുന്ധതിക്കൊപ്പം നമ്മൾ സഞ്ചരിക്കും. അവൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി, അവൾ അയ്മനത്തെ പുഴക്കരയിൽ പോയിരുന്ന് തൻ്റെ ദുഃഖത്തോടും വേദനകളോടും സല്ലപിക്കാനുള്ള ഒരു സുഹൃത്തായി പ്രകൃതിയെ തന്നെ മാറ്റി തീർക്കാനൊക്കെ ശ്രമിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അവളോടൊപ്പം പോവുകയും അവളെ നേരിട്ട് ചെന്ന് ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു വായനക്കാരനെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന മാന്ത്രികത തീർച്ചയായിട്ടും ഈ കൃതിക്കുണ്ട്. ഇത് ഈ കൃതിയിലേക്ക് മാത്രമല്ല, അരുന്ധതിയുടെ എല്ലാ കൃതികളിലേക്കും തന്നെ സഞ്ചരിക്കാൻ വായനക്കാരനെ പ്രേരിപ്പിക്കുന്ന ഈ ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വായനയിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്, കൃഷ്ണമാർ മാഷ് 2-3 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. ഇന്ന് മാഷിന് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള ബുദ്ധിമുട്ടും മാഷ് പറഞ്ഞിരുന്നു. എന്താണെങ്കിലും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ടും ഈ കൃതിയെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുക എന്ന ഒരു എന്നെ ഏൽപ്പിച്ച ചുമതല ഒരുവിധം ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷത്തോടെയും വിശ്വാസത്തോടെയും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി ബ്രൂസ്ലി മാഷെ. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത്രയേറെ ആഴത്തിലും പരപ്പിലും നമ്മുടെ മുന്നിൽ തുറന്നിട്ട മനോഹരമായ അവതരണമായിരുന്നു. ഇനി പുസ്തകത്തെ മുൻനിർത്തിയുള്ള ചർച്ചയാണ്. എല്ലാവരെയും ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാഷെ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതേ, ഈ പുസ്തകത്തില് ഒരു പ്രധാന ഭാഗം അരുന്ധതി റോയും അമ്മയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇത് വായിക്കുമ്പോൾ ഇതിൽ കാണുന്ന മാതൃത്വം നമ്മുടെ പരമ്പരാഗതമായ ഒരു മാതൃത്വത്തിന്റെ അതിനെ അനുകൂലമായിട്ടുള്ള ഒരു അവതരണമാണോ, അതല്ലെങ്കിൽ അതിന്റെ ഒരു പൊളിച്ചെഴുത്താണോ, സ്ഥാപനവൽകൃതമായ മാതൃത്വത്തിന്റെ പൊളിച്ചെഴുത്താണോ ഈ കൃതിയിലൂടെ മുന്നോട്ട് വെക്കുന്നതെന്ന് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഈ സ്ഥാപനവൽകൃതമായ മാതൃത്വം എന്നൊക്കെ പറയുന്നത് എന്താ? അങ്ങനെ ഒരു മാതൃത്വം ഉണ്ടോ? സ്ഥാപനവൽകൃതമായ, എനിക്കറിയില്ല കേട്ടോ. അതായത് മാതൃത്വം ഒരു സ്ഥാപനമാണോ? അത് ഒരു അമ്മയുടെ നിർവൃതിയെ എന്നൊക്കെയല്ലേ നമ്മൾ മാതൃത്വത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. താൻ പട്ടിണി കിടന്നും കുഞ്ഞിനെ ഊട്ടുമ്പോൾ കുഞ്ഞ് അത് സന്തോഷത്തോടെ എന്താ പറയാ, നിറഞ്ഞ മുഖത്തോടെ അത് ഉണ്ണുമ്പോൾ ഒക്കെ നമ്മൾ എന്താ അതിൽ നിന്ന് അമ്മ അപ്പോ സായുജ്യമാറ്റുക ചെയ്യാം. ബഷീറിന്റെ അമ്മ എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ബഷീർ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏത് പാതിരയ്ക്ക്, എത്ര നാൾ കഴിഞ്ഞിട്ട് ഏത് പാതിരയ്ക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും ഒരു ചോറും ഒരു പാത്രം ഭക്ഷണവുമായിട്ട് അമ്മ കാത്തിരിക്കുന്നുണ്ടാവും ഉറങ്ങാതെ എന്ന് പറയുന്ന ആ ഒരു ഇതില്ലേ. അപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത ഒരു നിറഹൃദയം എന്നൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഏറ്റവും ക്രൂരയായ രണ്ടാനമ്മയോട് പോലും താൻ സാദൃശ്യപ്പെടുത്താൻ കഴിയാത്ത ഒരാളെയാണ്. എങ്ങനെയാണ് അവർക്ക് അങ്ങനെ പെരുമാറാൻ കഴിയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളോട് എന്ന് നമ്മൾക്ക് അത്ഭുതം തോന്നും. നമുക്ക് ഒരു തരത്തിലും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ പറയുന്നത് അങ്ങനെയായാൽ മാത്രമാണ് ഭർത്താവില്ലാതെ, കുടുംബത്തിന്റെ സപ്പോർട്ടില്ലാതെ, സ്ഥാപനങ്ങളുടെ സപ്പോർട്ടില്ലാതെ കോട്ടയം പോലുള്ളൊരു നഗരത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ മേരി റോയിക്ക് നിലനിൽക്കുകയും വിജയിക്കുകയും ചെയ്യണമായിരുന്നുവെങ്കിൽ അങ്ങനെയായേ മതിയാവുമായിരുന്നുള്ളൂ എന്നുള്ള രീതിയിലും
നമ്മൾക്കത് ഒരു തരത്തിലും നമ്മൾക്ക് മറ്റൊരു സ്ഥലത്തും ഇതിനൊരു ഒരു സമാനമായ ഒരു അവസ്ഥയോ ഒരു കഥയോ ഒരു കേട്ടുകേൾവിയോ പോലും കണ്ടെത്താൻ കഴിയില്ല. എന്നിട്ടും അരുന്ധതിക്ക് അവരെ ഇഷ്ടമായിരുന്നു എന്നും അരുന്ധതി പറയുന്നത് അല്ലെങ്കിൽ അരുന്ധതി വിശ്വസിക്കുന്നത് എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് വിട്ടു അമ്മ എന്നാണ്. പക്ഷെ അരുന്ധതി വിജയിക്കുന്ന സമയങ്ങളിലൊക്കെ അമ്മ അവളെ സപ്പോർട്ട് ചെയ്തിരുന്നു. അല്ലെങ്കിൽ അരുന്ധതി പറയുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോട് അമ്മയ്ക്ക് അതിനോടെല്ലാം യോജിപ്പായിരുന്നു. അരുന്ധതിയുടെ പുസ്തകങ്ങൾ വായിക്കുകയും അരുന്ധതിയുടെ പ്രസിദ്ധയാവുന്ന അവാർഡ് നേടുന്ന ഒരു സാഹിത്യ താരമായി മാറുന്ന ഒരു കഥകളൊക്കെ കേൾക്കുമ്പോൾ അവർ സന്തോഷിച്ചിരുന്നു. ഒപ്പം ഒറ്റ പ്രാവശ്യം ഒരൊറ്റ സെക്കൻഡ് അവർ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണ് എന്ന് അരുന്ധതിയോട് പറയുന്നുണ്ട്. അത് അരുന്ധതിക്ക് അറിയാം എന്നുള്ള നിലയിലാണ് അരുന്ധതി അതിനെ കേൾക്കുന്നതും. അങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടിയുണ്ട്. ചോദിച്ച സംശയത്തിനൊരു ഉത്തരമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. മാഷെ അതറിയാൻ വേണ്ടി ചോദിച്ചു എന്നുള്ളൂ. എന്തായാലും പുസ്തകം വായിക്കുന്നുണ്ട് അടുത്ത് തന്നെ. ബ്രസ്ലി സാറേ, വളരെ മനോഹരമായിട്ടുള്ളൊരു അവതരണമായിരുന്നു. അപ്പോ ഇതില് ഏറ്റവും സന്തോഷം തോന്നിയൊരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പുസ്തക പ്രകാശനം അവിടെ സെന്റ് ട്രീസസ് കോളേജിൽ വെച്ച് നടന്നപ്പോ നേരിട്ട് പോയി അപ്പൊ അന്ന് സത്യത്തിൽ നേരിട്ട് അവരുടെ ഒരു പ്രസംഗമൊക്കെ കേൾക്കുകയുണ്ടായി. അവരുടെ സഹോദരനായിട്ടുള്ള ഒരു ആത്മബന്ധവും അതൊക്കെ അവിടെ കാണാനും സാധിച്ചതാണ്. ഈ ഒരു ഓർമ്മ പുസ്തകത്തില് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു കുടുംബത്തിനുള്ളിലെ സ്നേഹവും സംഘർഷവും വാത്സല്യവും നീരസവും അതെങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതെന്ന് ഈ ഒരു ഓർമ്മക്കുറിപ്പില് വിശദമായിട്ട് വ്യക്തമാക്കണുണ്ട്. ഒരു 42 അധ്യായങ്ങളോളം ഉണ്ടല്ലോ അതില്. ഒന്ന് ഇതിനോട് ചേർന്ന് നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അതിന്റെ ഒരു ചാപ്റ്റർ തന്നെ അതിൽ വരുന്നുണ്ട്. അപ്പോ ഈ ഇതിലെ സ്ത്രീകളുടെ അവകാശങ്ങളെയും സാമൂഹിക നീതിയെയും ഈ ലിംഗവിവേചനത്തിനെതിരായിട്ടുള്ള മേരി റോയുടെ ഒരു പോരാട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണെന്ന് നമ്മുടെ അരുന്ധതി റോയ് വ്യക്താക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയോടുള്ള ആ ഒരു ഇത് സത്യത്തിൽ ഇത്രയധികം ഒരു 18ാമത്തെ വയസ്സില് വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തെ നോക്കിക്കാണുന്ന ഒരു രീതിയും അതും ഈ പറഞ്ഞ പോലെ അമ്മയോടുള്ള ദേഷ്യമല്ല, അവര് അത്രയും സഹിച്ചതിന്റെ ഫലമായിട്ടാണ് അവർ ആ ഒരു രീതിയിലായി തീർന്നതെന്ന് മാത്രമല്ല അമ്മയായിരുന്നു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ. അപ്പോ സാർ എനിക്കൊരു ചോദ്യം ഉള്ളത്, സാർ ഇതിൽ വായിച്ചതില് ഏറ്റവും കൂടുതൽ സാറിനെ സ്പർശിച്ചൊരു സംഗതി എന്താണ് ഈ പുസ്തകത്തിൽ നിന്ന്? അതൊന്ന് പറയാമോ? എന്റെ ഒരു സംഗതി അല്ല സ്പർശിച്ച്, എന്നെ ആ പുസ്തകം മൊത്തത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സ്പർശിക്കാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അരുന്ധതി റോയിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കുറച്ച് മൗലികവാദം ഉള്ളതല്ലേ എന്ന്, അല്ലെങ്കിൽ അതിനെ ഒരല്പം കൂടി എന്താ പറയാ സമചിത്തതയോടെ കാണേണ്ടതല്ലേ. ഇപ്പൊ അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട് എന്നുള്ളതല്ലാതെ ബാക്കി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരാളെ പല കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയാൽ, ഇപ്പോ ഈ രണ്ട് കുട്ടികളും LKC എന്ന് പറയുന്ന സഹോദരനാണെങ്കിൽ പോലും അവരുടെ ജീവിതം എങ്ങനെ അവർ ജീവിച്ചു, എങ്ങനെ അവർ രക്ഷപ്പെട്ടു എന്ന് പോലും നമുക്ക് അവിശ്വസനീയത തോന്നും. എന്നിട്ടും ഈ പറയുന്ന ഈ അമ്മ ഉപേക്ഷിച്ച് പോന്നതായിരിക്കാം, ഈ മദ്യപാനം എന്ന് പറയുന്ന ഒരൊറ്റ വിചാരവുമായിട്ട് നടക്കുന്ന ഈ റോയി എന്ന് പറയുന്ന അച്ഛനെ സഹോദരൻ ലളിത് റോയി പിന്നീട് കണ്ടെത്തുന്നുണ്ട്. അപ്പോ ജ്യേഷ്ഠന അച്ഛനെ കുറിച്ച് ഒരു ചെറിയ ഓർമ്മയെങ്കിലും ഉണ്ട്. ഈ അരുന്ധതിക്ക് ആ ഓർമ്മ പോലും ഇല്ല. എന്നിട്ടും അരുന്ധതിയും അച്ഛനെ കാണാനും അച്ഛനെ ശുശ്രൂഷിക്കാനും അച്ഛനെ ചികിത്സിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്നുണ്ട്. അപ്പൊ ആ രണ്ട് കുട്ടികളും ഒരുപക്ഷെ അമ്മ എന്ന് പറയുന്ന ആളിൽ നിന്ന് സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം പോലും ഇല്ലാതിരിക്കുമ്പോൾ അച്ഛനെ കണ്ടുമുട്ടുന്ന, അച്ഛൻ ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷെ അച്ഛനെ കണ്ടുമുട്ടുന്ന സമയങ്ങളിൽ അച്ഛൻ കളിതമാശകൾ പറയുകയും സ്നേഹത്തോടെ ഇവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ
അവരതിൽ കാണുന്ന ഒരു ചാരിതാർത്ഥ്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ രണ്ടുപേരുടെയും തീരെ വയ്യാത്ത അസുഖബാധിതരായി ഒരുപക്ഷെ മരണം തൊട്ടടുത്തുള്ള എന്നുള്ള നിലയിൽ കാണുന്ന ക്രിട്ടിക്കലുള്ള സമയത്ത് പോലും ഇവരെ ശുശ്രൂഷിക്കാനും ഇവർക്ക് ചികിത്സ നൽകാനും ഈ രണ്ട് കുട്ടികളും മാറി മാറി കാണിക്കുന്ന ആ ഒരു ശ്രദ്ധയും കരുതലും കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ള ആ ഒരു വ്യവസ്ഥാപിത ചിന്തയൊക്കെ പൊളിഞ്ഞു പോകും. അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള, ഞാൻ പറഞ്ഞത് നമ്മളുടെ മനസ്സിനെ പരുവപ്പെടുത്തുന്നതിൽ പോലും ഈ കൃതിക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന നൽകാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഏതൊരാളും വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് മദർ മേരി കംസ് ടു മീ എന്നുള്ളത്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനു മുൻപ് പല കാരണങ്ങൾ കൊണ്ടും അരുന്ധതി റോയിയുടെ ഒരു പുസ്തകവും വായിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇല്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, അരുന്ധതി റോയി എഴുതിയ എല്ലാ പുസ്തകങ്ങളും വായിച്ചേ പറ്റൂ എന്നുള്ളതാണ്. സേതുലക്ഷ്മി മാം സംസാരിക്കാം. ഹലോ, നമസ്തേ, എല്ലാവർക്കും നമസ്തേ. താങ്ക് യു ഹീര ടീച്ചർ. എനിക്ക് നിങ്ങളൊരു കോളേജിന്റെ ഒരു കൂട്ടായ്മയാണ്, പക്ഷെ എനിക്ക് ഹീര ടീച്ചർ മുഖേനയാണ് എനിക്ക് ഇതിലേക്ക് ഒന്ന് കയറാൻ പറ്റിയത്. അപ്പൊ എനിക്ക് പുസ്തകങ്ങൾ പരിചയപ്പെടാൻ കഴിഞ്ഞു. പിന്നെ മാത്രമല്ല, വായിക്കാനുള്ള ഒരു നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വായനയെ വീണ്ടും ഒന്ന് നോക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പൊ ഞാൻ ഇത് ഇറങ്ങിയപ്പോൾ ഇവിടെ സെയിന്റ് ത്രേസ്യസിൽ വെച്ചിട്ടാണ് പ്രകാശനം ഉണ്ടായത്. അവർ ആ ഒരു ഇത് തെരഞ്ഞെടുത്തതിനെ പറ്റിയിട്ടൊക്കെ വിശദീകരിച്ചിരുന്നു. പക്ഷെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് എഡിഷൻ വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് എഡിഷനാണ് വാങ്ങിച്ചത്. അതിൽ കുറച്ച് പേജ് മാത്രമാണ് വായിക്കാൻ പറ്റിയത്. പുസ്തകം ഇപ്പോൾ എൻ്റെ അടുത്തില്ല. ഞാനത് കോഴിക്കോട് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഏകദേശം ഞാൻ ഒരു ഹാഫോളം വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ചോദ്യങ്ങളായിട്ടല്ല, എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. കാരണം നമുക്ക് അരുന്ധതിയെയോ അമ്മയെയോ ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധത്തിലോ ഒന്നും ഒതുക്കാൻ പറ്റുന്ന ആൾക്കാരില്ല അവര്. അപ്പോൾ ഇപ്പൊ തന്നെ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്രൂസ്ലി സാറ് തന്നെ പറഞ്ഞു, ഒരു അക്ഷയ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥാപനവൽക്കരിക്കപ്പെടുന്നതിൽ ഒരു അതിശയവും തോന്നി. പക്ഷെ ഞങ്ങളായിട്ടുള്ള സ്ത്രീകൾക്ക് കുടുംബപരമായിട്ടുള്ളത് സ്ഥാപനവൽക്കരിക്കപ്പെടുകയും അത് പേട്രിയാർക്കിയുടെ ആവശ്യമായിട്ട് അത് സ്ഥാപനവൽക്കരിച്ചു കൊണ്ടിരിക്കുകയും അമ്മ ഇപ്പോഴും അടുക്കളയിലാണ് ഇരിക്കുന്നതെന്നും അമ്മയ്ക്ക് ഒരു വറ്റുപോലും ഇല്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കുകയും അച്ഛൻ അതൊന്നും ബാധകമല്ല എന്നുള്ളതും കൊണ്ടാണ് ഗവൺമെന്റ് വരെ നിങ്ങളുടെ ഗർഭകാലത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്നുള്ള മുദ്രാവാക്യമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ സ്ഥാപനവൽക്കരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുടുംബം വലിയ കാര്യം തന്നെയാണ്. കാരണം അതിനകത്ത് കുടുംബ ഇമ്പം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾക്ക് അതൊരു അഭയസ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ ഒരു റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ സ്നേഹബന്ധങ്ങളുടെ ഊഷ്മളത, അതിനകത്തുള്ള പ്രയാസങ്ങൾ, ഇതെല്ലാം നമ്മൾ പങ്കുവയ്ക്കുന്ന അതായിട്ടൊരു ഇടമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അരുന്ധതിയുടെ കാര്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അരുന്ധതിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ മലയാളീസ് ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ ഒരാൾ കവർ പേജിന് വേണ്ടിയിട്ട് പോയി. അപ്പൊ നമ്മൾ അതിങ്ങനെ എന്താ പറയാ, ഒരാള് അങ്ങനെ ചെയ്യുന്നത് താല്പര്യം ഇല്ലാത്തവരുണ്ടാവും, സ്ത്രീകൾ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും. പക്ഷെ ഇവരാണ് ചെന്ന് കഴിഞ്ഞിട്ട് ഇതിന്റെ കാര്യം പറഞ്ഞു, ഉടനെ തന്നെ കോടതി ഒന്ന് പോടാപ്പാന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ മലയാളി ആണുങ്ങളൊക്കെ ഇവർക്ക് ഇങ്ങനത്തെ ഒരു ബാല്യം ഉണ്ടായിട്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതായത് അവർ ചിറക് വിരിച്ചിട്ട് അവരുടെ എക്സ്പ്രഷൻ ആരും കാണുന്നില്ല. നമ്മളായിട്ടുള്ള മലയാളികൾ മായ ഏഞ്ചലുവിനെ കോട്ട് ചെയ്യും, റൂമി കോട്ട് ചെയ്യും, അതേപോലെ തന്നെ ചെഗുവേര എന്ന് പറഞ്ഞ് നടക്കും ഷർട്ട് ഇടും. പക്ഷെ നമ്മുടെ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവൻ വരെ ചെയ്തവരുടെ ഷർട്ടോ ബനിയനോ നമ്മൾ കാണുന്നില്ല. അത് മലയാളിയുടെ ശരിക്കും പറഞ്ഞ കാപ്പട്ടിയാണ്, ഹിപ്പോക്രസി. അത് വേറൊരു സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും അടയാളപ്പെടുത്തേണ്ടതുള്ള ഒരു മേരി റോയ് എന്ന് പറഞ്ഞാണ്. അതായത് പേട്രിയാർക്കിക്ക് വരെ സഹായകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അവർ സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് ഈക്വൽ റൈറ്റ്, അതായത് ഒരു പെൺകുട്ടിയെ അവരെ കല്യാണം അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നസ്രാണി കുടുംബത്തിന്റെ ആ പാരമ്പര്യത്തിൽ നിന്ന് അവള് പോയി, ഇനി കൊടുത്തു വിട്ടു, കെട്ടിച്ചയച്ചു, ഒരു
ഒരു കമോഡിറ്റി പോലെ. അതിന്ന് വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ നമ്മൾ മേരി റോയെ ഇതുവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഈവൻ ഫെമിനിസ്റ്റുകൾ പോലും മേരി റോയുടെ കാര്യത്തിൽ അവർ ആക്ടിവിസത്തിന് വേണ്ടി വന്നതല്ല. അങ്ങനെ ആക്സിഡന്റലായിട്ട് ആക്ടിവിസ്റ്റുകളാവുന്നുണ്ട് ജീവിതം കൊണ്ട്. അങ്ങനെ അവരുടെ ജീവിതം കൊണ്ടാണ് അവരെന്ത് ആയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്ന് അവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ ഊട്ടിയിൽ പോയി നോക്കുന്നു. അവരിങ്ങനെ അവരുടെ അരുന്ധതി തന്നെ അതിൽ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ഒരു അതായത് തടിച്ച രൂപമുള്ള ഒരാളായിരുന്നില്ല. അവർ ആസ്മയ്ക്ക് ഉപയോഗിച്ച മരുന്നുകളുടെ ഒരു സൈഡ് ഇഫക്റ്റും കൂടി ആയിരുന്നു. അപ്പൊ അവർക്ക് അതിൽ ഉത്കണ്ഠയുണ്ട്. പിന്നെ മാത്രമല്ല ഈ ആസ്മയുടെ ഇതില് ഭയങ്കരമായിട്ട് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർ ഭയങ്കരമായിട്ട് ജീവന് വേണ്ടി അവര് കഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അതുപോലെ ഒരു മൊട്ടക്കുന്നിൽ അവര് ഒരു വലിയൊരു പ്രസ്ഥാനമല്ലേ അവര് കെട്ടിപ്പടുത്തത്. ഇംഗ്ലീഷ് മീഡിയം നസ്രാണികളും നായന്മാരും എല്ലാവരും ചേർത്ത് നിൽക്കുന്ന ഇൻഡിപെൻഡന്റ് സ്കൂൾ കൊണ്ടുവന്നവരാണ്. ഞാൻ ഈ ഹോർത്തോസിൽ തന്നെ എനിക്ക് പേര് ഞാൻ മറന്നുപോയി, ഒരു കാരിക്കേച്ചർ ഒക്കെ ചെയ്യുന്ന ഒരാളെയാണ്. അപ്പൊ അവര് പറഞ്ഞത് ഞാൻ അവിടെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവില്ല എന്നാണ് പറഞ്ഞത്. കുട്ടികളോട് അവർക്ക് നമ്മൾ മലയാളി ഇപ്പോഴും നമ്മുടെ ഫ്ലാറ്റുകളിൽ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ വീടുകളിൽ അടുത്ത വീട്ടിലുള്ള ആളെ എഞ്ചിനീയറിംഗിന് പോയി നിനക്ക് എന്താ കിട്ടാതെ എന്ന് പറഞ്ഞാൽ ഫാമിലീസ് ഇപ്പോഴും ഉണ്ട്. നമ്മളത് മറന്നുകൂടാ. അടിക്കുന്നവരുണ്ട്, അവർക്ക് റാങ്ക് കിട്ടി, ഇങ്ങനെയുണ്ട്. മൊത്തം എടുക്കുകയാണെങ്കിൽ പക്ഷെ ഇവരത് ജനങ്ങളോട് പറഞ്ഞു കുറെ ആൾക്കാർ അത് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ഹാർഷായിട്ട് പെരുമാറുന്ന, ഇതിലും ഹാർഷായിട്ട് പെരുമാറുന്ന കുറേ ആൾക്കാരുണ്ട്. ജീവിതത്തിന് കുട്ടികളെ ഇട്ടിട്ട് അവരെ ഭയങ്കരമായിട്ട് ടെൻഷനും കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ എൻ്റെ കൂടെയുള്ളവരൊക്കെ കുറച്ചും കൂടി യങ്സ്റ്റേഴ്സാണ്, അവർ പഠിക്കുന്നവരാണ്. അപ്പം അവർക്കും അത് കൂടുതലായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളത് മലയാളിയുടെ അല്ലെങ്കിൽ അവരുടെ ഹിപ്പോക്രസിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു വശം ഉണ്ടെന്ന്. പക്ഷെ അരുന്ധതി ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു അവയവം പോലെ അവരോട് ചേർന്ന് നിൽക്കാനും എല്ലാ കാര്യങ്ങളിലും അവര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരിക്കലും ഇപ്പൊ നമ്മളിപ്പോ ബാലൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ തന്നെയാണെങ്കിലും അതിന്റെ വേറൊരു വശമുണ്ട്. നമ്മൾ അതൊരു ഭയങ്കരമായിട്ട് ഒരു റിലേഷൻഷിപ്പിന്റെ ഞാൻ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞ റിലേഷൻഷിപ്പിന്റെ ഒരു കാര്യം അതിനകത്തുണ്ട്. അങ്ങനെയൊക്കെ ആയി എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുമ്പോഴേ അറിയുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അതിജീവനത്തിന്റെ കഥയാണ് ഈ അമ്മയുടെയും മകളുടെയും ഈ ബ്രദറിന്റെയും കഥ. അത് നമ്മൾ മനസ്സിലാക്കാതെ അരുന്ധതി റോയ് ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പം ഈ അരുന്ധതിക്ക് ഇപ്പോ ഇങ്ങനെ ഇവര് മൗലികമായിട്ട് പറയുന്ന വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു അപ്രഖ്യാപിത എമർജൻസി ഉണ്ട്. നമുക്ക് ചെയ്യുന്നത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ പെരുമാൾ മുരുകനൊക്കെ ഇനി ഞാൻ എഴുതണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇവര് ലങ്കേഷിനെ വെടിവെച്ചു കൊന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ ഒരു പുസ്തകം നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് റൈറ്റ് വിങ്ങുകാരുടെ ഭയങ്കര റൈറ്റ് വിങ്ങുകാരോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരോ ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ട്. പക്ഷേ ഈ സമയത്ത് അംബാനിക്കും അദാനിക്കും ഒക്കെ വേണ്ടിയിട്ട് കൽക്കരി ഖനിയും എല്ലാം പതിച്ചു കൊടുക്കുന്ന ഒരു ആൾക്കാരായിട്ട് അവിടെ നമ്മൾ ഈ നക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ, നമ്മൾ ആ ഒരു സായുധ വിപ്ലവത്തിനോടൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബാലറ്റ് പേപ്പറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ ഈ കൊലയ്ക്കെതിരാണ്. ഇവരെയൊക്കെ വെറുതെ കാണുമ്പോൾ തന്നെ ഏറ്റുമുട്ടല് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പം വിജയലക്ഷ്മിയുടെ തന്നെ ഒരു കവിതയുണ്ട്. അപ്പം ഇങ്ങനെ റിവോൾവർ വെച്ച് കൊടുക്കുന്നതും ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരുന്ധതി റോയെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ ആയിട്ടാണ് അരുന്ധതി റോയ് ഇത്രയും ഒരു ഇതായിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു എക്സ്ട്രീമിസ്റ്റ് എന്നൊക്കെ ഉള്ളത്. വേറെ രാജ്യങ്ങളിലാണെങ്കിൽ ഇതുപോലെയല്ല. അവര് ഏറ്റവും നമ്മളിവിടെ ഇപ്പൊ മായ ഏഞ്ചലോ കുറെ പേര് അവരുടെ പേരുകൾ ഇങ്ങനെ പറയാം. അതുപോലെ തന്നെ വലിയ വലിയ റൈറ്റേഴ്സിന്റെ പേര് പറയാം, ഗാർഷിയുടെ പേര് പറയാം. അങ്ങനെയുള്ളവരിലേക്ക് അരുന്ധതി നമ്മുടെ സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാട്. അവർ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതുമ്പോൾ ഒരു പ്രൊസഷൻ പോകുന്നതിന്റെ പേരിൽ അവരൊരു ലെഫ്റ്റ് ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് അവർ ആദ്യം തന്നെ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാളാണ്. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പൊ അവര് പറയാണ് ഒരു മാച്ച് ബോക്സ് വരും, ഒരു തീക്കൊള്ളി ഞാൻ ഒരു തീക്കൊള്ളി ആയിട്ട് ഒരു ചാൻസ് തന്നാ മതി എന്നുള്ളത് കൊണ്ടിട്ടാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയങ്ങൾ നമുക്ക് വരും. അപ്പൊ അതിലാരും അവരുടെ രാഷ്ട്രീയം അതാണ് അവരുടെ. അപ്പൊ അത് അങ്ങനെ ഒരു ജീവിതം അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത്രയും
അപ്പൊ ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ടത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ഈ നസ്രാണികൾ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ നിയമം തന്നെയാണ് ഇതിങ്ങനെ സക്ഷത തിരുത്തപ്പെട്ടത്. പക്ഷെ ഏതെങ്കിലും പള്ളിയിലച്ചന്മാരോ അല്ലെങ്കിൽ നസ്രാണി അമ്മമാരോ അരുന്ധതി റോയ്, മേരി റോയ് എന്ന് പറഞ്ഞിട്ട് ഉയർത്തപ്പെടുന്നില്ലല്ലോ, അവരുടെ ചിത്രങ്ങൾ വയ്ക്കുന്നില്ലല്ലോ. അതാണ് അതിന്റെ കാര്യം. എനിക്ക് അതുകൊണ്ട് നമ്മുടെ ഈ കാഴ്ചപ്പാട് മാറാതെ, പക്ഷെ എസ് എ ബ്രേവ് വാരിയർ. ഈ മേരി റോയ് എന്ന് പറഞ്ഞ ആൾ, അവര് ഒരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ പുസ്തകം ഇറങ്ങിയ അമ്മ ഉടനെ അത് എടുത്ത് വായിച്ചു എന്തെങ്കിലും കമന്റ്സ് എന്നെ പറ്റി ഉണ്ടോന്ന്. കാരണം ഒരു റൈറ്റർക്ക് ഒന്നും മൂടി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് അതൊരു അഭിമാനക്ഷതമാണ്. അതിപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിലൊന്നും നിൽക്കാതെ അരുന്ധതി റോയ് മുന്നോട്ട് പോയി. അവരുടെ ഈ എന്താ പറയുക, നമ്മളിപ്പോഴും അസന്മാർഗികമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് പല മലയാളികളും പറയുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു ബാല്യം ഉണ്ടായതുകൊണ്ടാണ് പ്രമുഖർ വരെ എഴുതിയത് ഞാൻ കണ്ടു. അതുകൊണ്ട് അവരെ പിന്നെ സൈക്യാട്രിസ്റ്റ് അവലോകനം എന്താണ് ഫ്രോയിഡുമാരാ പറഞ്ഞതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ എനിവേ, ഐ ആം വിത്ത് മേരി റോയ്. ഷീ ഈസ് ഫൈറ്റർ. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ഇവിടെ സ്ഥാപനവൽക്കരിക്കപ്പെടുതലുണ്ട്. അതിനകത്ത് ഇവർക്ക് പൊളിച്ചെഴുതാനല്ല, നമുക്ക് ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ആയിട്ട് ആരും കാണുന്നില്ല. നമുക്ക് പറ്റുന്നത് ഫാമിലി ആണെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ, നമ്മൾ ചെയ്യണ പോലെ ചെയ്യണം, അച്ഛനും അമ്മ കുട്ടികൾ. അപ്പോൾ ഇപ്പം യങ്സ്റ്റേഴ്സ് ആയാലും ഞങ്ങൾ ഇൻഡിവിജ്വലാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ തന്നെയൊക്കെ പഠിച്ചത് യങ്സ്റ്റേഴ്സിൽ നിന്നാണ് ഇതൊക്കെ, ഇൻഡിവിജ്വൽസ് ആണെന്നൊക്കെ. അത് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. ഈ യങ്സ്റ്റേഴ്സ് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണ്, അവരവരെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടാണ് എനിക്കും കൂടി പ്രയോജനപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പം അതിൻ്റെ വ്യക്തിത്വങ്ങളുടെ നിലപാടുകളാണ് പുസ്തകങ്ങൾ. അത് നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ വലിയ ഒരു മഹത്വവൽക്കരണമോ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സോ മച്ച്. ഞാൻ ബാക്കിയുള്ളത് വായിക്കും ഇനി. താങ്ക് യു. സേതു ടീച്ചർ പറഞ്ഞതിനോട് എല്ലാം തന്നെ എനിക്ക് യോജിപ്പാണ്. എനിക്കതിനോട് ഒന്നും തന്നെ ഒരു വിയോജിപ്പുകളും എവിടെയും ഇല്ല. അതാണ് എനിക്കതിനോട് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയേണ്ടത്. ടീച്ചർ തന്നെ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഒന്നും അല്ല, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ തുടങ്ങിയത്. തീർച്ചയായിട്ടും മേരി റോയി ഒരു വാരിയർ തന്നെയാണ്, ഒരു സംശയം കാര്യത്തിലില്ല. എനിക്ക് ആകെക്കൂടി തോന്നിയ ഒരു സംശയം, വിയോജിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സംശയം, എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് അവരത്രയും ക്രൂരത കാണിച്ചിരുന്നത് എന്ന്. ഒരുപക്ഷെ അവരുടെ സ്റ്റൈലായിരിക്കാം, നമുക്കത് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറയൂല അതായത് തനിക്ക് സ്വയം ഒരു ആശ്വാസം കണ്ടെത്താൻ പറ്റാതെ അങ്ങേയറ്റം കലുഷമായി മാറിയ ഒരു അവസ്ഥയിൽ സഞ്ചരിക്കാനുള്ള ദൂരം വളരെയേറെ പരുക്കൻ ആവുകയും ആ ഒരു മുന്നോട്ടുള്ള പ്രയാണം അങ്ങേയറ്റം അതിജീവനത്തിൻ്റെതായി മാറുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ കുഞ്ഞുങ്ങളോട് ഏറ്റവും സൗമ്യമായിട്ട് പെരുമാറാനുള്ള അങ്ങനെ അല്ലെങ്കിൽ അത്തരം ഒരു ഭാവത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ തനിക്ക് ഇത്രയും മൂർച്ച മറ്റുള്ള കാര്യങ്ങളിൽ കിട്ടില്ല എന്നുള്ള തോന്നൽ കൊണ്ടൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ഒരിക്കലും ഞാൻ പറഞ്ഞല്ലേ, എനിക്കതിനകത്ത് അത്ഭുതം തോന്നിയത് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടും എങ്ങനെയാണ് അരുന്ധതിക്ക് ഇത്രമാത്രം അവരെ സ്നേഹിക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു അത്ഭുതം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാതിരിക്കും ആര് വായിക്കുന്നതിനും അന്വേഷിച്ചിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അവിടെ എന്തൊരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടേ. അതെ, ആരോ മൈക്ക് ഓൺ ആക്കിയത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും അതേ കുഴപ്പമുണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. പക്ഷെ ഞാനായിരുന്നു. പക്ഷെ നമസ്കാരം, അജിത ടീച്ചറാണ്. ശരി, ഞാൻ ഈ അജിതാന്ന് കണ്ടപ്പോൾ അജിത ടീച്ചറാണെന്ന് വിചാരിച്ചില്ല. എനിക്ക് ഞങ്ങളുടെ മെയ് മാസത്തിലുണ്ടായ അവധിക്കാല, ഞാൻ ഒരു മിനിറ്റ് ടീച്ചർ ഒന്ന് ഓഫ് ആക്കും, ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ടീച്ചർ സംസാരിച്ചു. അജിത ടീച്ചർ ഞങ്ങളുടെ RP ആയിരുന്നു. ഞങ്ങൾക്ക് 3 ദിവസത്തെ അധ്യാപക പരിശീലനത്തിലെ RP-മാരിൽ ഒരാളായിരുന്നു അജിത ടീച്ചർ. ഉച്ചയ്ക്ക് ഉള്ള സമയങ്ങളിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് തൻ്റെ അധ്യാപക വിദ്യാർത്ഥികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ കുറേ പുസ്തകങ്ങൾ കൊണ്ടുവന്നു, പുതിയ കുറേ പുസ്തകങ്ങൾ. എനിക്ക് ചോദിക്കാൻ മടി തോന്നി, കാരണം പുസ്തകങ്ങൾ വേറൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വാങ്ങിക്കുന്ന ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല.
എന്നിട്ട് ഞാൻ പിന്നെ കാണാതെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറോട് ഇങ്ങനെ പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഇതിൽ നിന്ന് 2-3 പുസ്തകങ്ങൾ തരുമോ, ഞാൻ പകരം വേറെ പുസ്തകങ്ങൾ ടീച്ചറിന് വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഇതിന് വാടക തരാമെന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു ഒന്നും വേണ്ട, ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ, എന്നിട്ട് വായിച്ചിട്ട് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 പുസ്തകങ്ങൾ ടീച്ചറിന്റെ അടുത്ത് കൊണ്ടുവന്നു. ആ 3 പുസ്തകങ്ങളെ അപ്പോഴേക്കും എനിക്കുള്ളൂ, എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൂ. ഒന്ന് കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ, 2 മരണവംശം, 3 നമ്മൾ ഈ വായിച്ച മദർ മേരി കംസ് ടു മീ. അങ്ങനെ ആ സമയത്ത് അതാണ് ഈ 3 എനിക്ക് 1 മാസം കൊണ്ട് വായിക്കാൻ പറ്റി. ഞാൻ ടീച്ചറിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച. അങ്ങനെയാണ് എനിക്ക് ടീച്ചറാണ് ഈ പുസ്തകം, ഇപ്പൊ കൃഷ്ണകുമാർ സാറ് ഇങ്ങനെ ഒരു പുസ്തകം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇത്തരത്തിൽ 3-4 പുസ്തകങ്ങൾ വാങ്ങി വായിച്ച് ആ കാര്യത്തിൽ ടീച്ചറിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് പറ്റിയത്. ടീച്ചർ കേറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചർച്ചയിൽ പങ്കെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നൊന്നും അതിനെപ്പറ്റി ഒന്നും പറയാതിരുന്നത് കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ഇനി പറഞ്ഞോളൂ ടീച്ചറെ. പ്രിൻസിപ്പൽ സാർ ഉണ്ടെന്ന് തോന്നുന്നു. നമസ്കാരം. കൂടിയിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും പ്രശസ്തരായവർക്കും ബഹുമാന്യർക്കും തോട്ടത്തെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പക്ഷെ മാഷോടെ ഞാൻ പറഞ്ഞത് വായിച്ചു കഴിഞ്ഞെങ്കിൽ പക്ഷെ എനിക്കിത് ഇതിനുള്ള എല്ലാ മുഹൂർത്തങ്ങളും പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പൊ അതിങ്ങനെയാകും എന്നുള്ളത് തികച്ചും എന്താ പറയാ അത്ഭുതകരമാണ് കേട്ടോ. ഇങ്ങനൊരു അതാണ്, ഞാനൊരു പ്രോഗ്രാം അടിച്ചാണ്. ഞാൻ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായി 1 വർഷം എടുത്തു. ഒരു പേജ് വായിക്കും, പിന്നെ മറിച്ചു നോക്കും, അതിന് വീണ്ടും സംശയം. അതായത് അതിനകത്ത് ഒരുപാട് പറഞ്ഞ പോലെ രാഷ്ട്രീയവും ആത്മീയവും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക്. അപ്പം ഞാനത് വീണ്ടും മറിച്ചു നോക്കി വായിക്കുന്ന എല്ലാ പുസ്തകങ്ങളും അങ്ങനെ തന്നെയാണ്. വീണ്ടും മറിച്ചു നോക്കി വായിക്കും. പിന്നെ സ്വതവേറൊരു മടി, അങ്ങനെ ഞാൻ ഒരുപാട് കാലം എടുത്താണ് പുസ്തകം വായിക്കല്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കഴിഞ്ഞിരിക്കുന്ന പുസ്തകം ആവശ്യക്കാർ ചോദിച്ചാൽ ഞാൻ കൊടുക്കും. കാരണം വേറൊരാൾ വായിക്കട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാ വായിക്കാനെന്ന ആ ഒരു ഭയങ്കരമായ ആഗ്രഹമുള്ളവരെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആഗ്രഹം വായിക്കട്ടെ എന്നുള്ള ഒരു മനസ്സിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അരുന്ധതി റോയിയുടെ ഇത്രയും മാന്ത്രികമായ ഈ എഴുത്തിനോട് ഇത്രയും ഭ്രമം തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതുപോലെ ശക്തരായ 2 കഥാപാത്രങ്ങളാണല്ലോ ഇതിനകത്ത് മുഴുവനും. നമ്മളിത് വായിക്കുമ്പോ ജീവിതാനുഭവം പകർത്തി വെച്ചിരിക്കുന്നതായിട്ട് തോന്നിയെങ്കിലും ആ ഭാഷ എന്തുകൊണ്ടും സൗന്ദര്യത്തെ വെല്ലുന്ന ഒരു എഴുത്താണല്ലോ അതിൻ്റെത്. അപ്പൊ അത് വായിക്കുമ്പോൾ ജീവിതാനുഭവമായിട്ട് ഭാഷയുടെ പറഞ്ഞു കേട്ടോ. അതുപോലെ സേതുലക്ഷ്മിനാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എനിക്ക് ടീച്ചറാണ് മാഡം ടീച്ചറാകാൻ കഴിയുമല്ലേ, ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ എനിക്കറിയില്ല. എന്തായാലും അതിന്റെ അവസാനം വരെ പറഞ്ഞ ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് വളരെ ഇഷ്ടമായി. ഇതേപോലെ നമ്മള് എന്താ പറയുക, അതിന്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ മൗലികവുമായ കാര്യങ്ങളൊക്കെ ചുമ്മുകൊണ്ടാണ് ഒരു കൃതിയെയും അത് എഴുതുന്ന ആളെയും പോലും നമ്മൾ ആക്രമിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും എനിക്ക് പറഞ്ഞ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അരുന്ധതി റോയ് പലപ്പോഴും ഇതുപോലെ എഴുത്തിന്റെ പേര് ആക്രമിക്കപ്പെട്ടപ്പോ എന്തിനാ എന്ന് തോന്നിയിട്ടുള്ള ആളാണ്. പക്ഷെ അവരുടെ എഴുത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മളെല്ലാവരും പിടിച്ചുലക്കുന്ന എഴുത്ത് തന്നെയാണ്. ഞാൻ വായിച്ചിട്ടില്ല. പറഞ്ഞ പോലെ പങ്കുവെക്കേണ്ട വന്നു സിനിമാക്ക് പങ്കുവെക്കേണ്ട വന്നു. ഇപ്പൊ എന്റെ ഭർത്താവ് വായിച്ചോണ്ടിരിക്കുക. അതും തരും. പക്ഷെ എന്നാലും എനിക്ക് അറിയാം അതിനകത്ത് എന്താ ഉള്ളതെന്ന്. കാരണം ഒരുപാട് അനുഭവങ്ങളും അതുപോലെ ഒരുപാട് ചർച്ചകളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഒരു പേജിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഞാൻ മാറ്റി വായിച്ചതേക്കും സിനിമാഷ വായിക്കേണ്ടാത്ത വിധത്തിലൂടെ മുഴുവൻ പറഞ്ഞു തന്നു. പക്ഷെ എങ്കിലും പക്ഷെ ഞാൻ പുറമെ ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞ അനുഭവം പറഞ്ഞ പോലെ എനിക്ക് വായിച്ചിട്ട് പറഞ്ഞു തരുന്നത് പറഞ്ഞത് ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവമായി മാറുന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും പറഞ്ഞ പോലെ അതിജീവനം എന്ന് പറയുന്ന ആ ഒരു ഇങ്ങനെ ഞാൻ വായിച്ചിട്ട് ഞാൻ ചെറുതായിട്ട് സ്റ്റാറ്റസിൽ ഇട്ടു. കുത്തി മാറ്റുക എന്നുള്ള ഒരു കാര്യം ചെയ്യാത്ത ഒരേ ഒരു ജീവിതമാണ് മനുഷ്യർ മാത്രമാണ്. അത്തരത്തില് കുത്തി മാറ്റിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് എനിക്ക് നീതിയോയി തോന്നുന്നുണ്ട്. അത്രയും ശക്തമായ ഒരു കഥാപാത്രം ആയിട്ട് തന്നെയാണ് എനിക്ക് നീതിയോയി അനുഭവപ്പെട്ടത്. അരുന്ധതി റോയിയുടെ അമ്മയായ
ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കളത്തിൽ നിർത്തുന്നതായിട്ടോ എനിക്ക് മേരി റോയി മാറ്റി നിർത്താൻ തോന്നുന്നില്ല. എന്തായാലും അരുന്ധതി റോയിയുടെ ജീവിത വിജയത്തിനും അരുന്ധതി റോയി എന്തായിട്ടുണ്ടോ അതിനും കാരണക്കാരിയായ മേരി റോയിയോട് സേതുലക്ഷ്മി മാഡം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആദരവ് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് അത്തരം കഥാപാത്രങ്ങൾ ഇഷ്ടമാണ്. പിന്നെ മുസ്ലിംമാഷ് പറഞ്ഞ പോലെ പറഞ്ഞോട് എന്തിനാണ് അവർ അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതിന്റെ പിന്നിലും കാരണങ്ങൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഉണ്ട് എന്ന് ചിന്തിക്കുന്നിടത്ത് അരുന്ധതി റോയിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ചിന്തിച്ചാലുണ്ട്. അവിടെയല്ലേ നമ്മൾ എഴുത്തുകാരും വിശാല ഹൃദയമുള്ള മനുഷ്യരൊക്കെ ആയിത്തീരുന്നത്. അങ്ങനെയുള്ളവർക്കല്ലേ എഴുത്തുകാരാകാൻ പറ്റുകയുള്ളൂ. എത്രയും പറയാനുള്ളൂ. ബാക്കി ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ പറയാം. എന്തായാലും അരുന്ധതി റോയിയുടെ മാന്ത്രികമായ എഴുത്ത് വല്ലാതെ കൊണ്ടുനടക്കുന്ന ഒരാളാണ് ഞാൻ. സ്മോൾ തിങ്സ് മലയാളവും ഇംഗ്ലീഷും പോകുന്നുണ്ട്. ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കണം എന്ന താല്പര്യത്തോടെയാണ് ഒരു ഇംഗ്ലീഷ് അധ്യാപകനെ കല്യാണം കഴിച്ചത് ഞാൻ. സത്യമായിട്ടും മാട്രിമോണിയിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ കാര്യം തന്നെ വിശ്വസാഹിത്യത്തിലേക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന്. കാരണം ഇംഗ്ലീഷ് അത്ര എനിക്ക് അങ്ങനെ വായിക്കാൻ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുന്ന ഒരാളല്ല ഞാൻ. എല്ലാവരും ശ്രമിക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ രണ്ട് പുസ്തകങ്ങളും ഇംഗ്ലീഷും മലയാളവും അടുത്തടുത്ത് വെച്ച് അങ്ങനെ ശ്രമിക്കില്ല. അപ്പൊ സന്തോഷം കേട്ടോ. ബാക്കി എല്ലാവർക്കും എല്ലാ ആദരവുകൾക്കും പ്രത്യേകം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി കേട്ടോ. ഓക്കെ. കേൾക്കുന്നില്ലേ? ശരി ശരി ശരി. സർ രണ്ട് വാക്ക് പറയാമോ? മാഡം, ഞാൻ രണ്ടു വാക്ക് പറയണമെന്ന് ഉദ്ദേശിക്കുന്നു. ഈ 400 പേജുള്ള ഏകദേശം 400 പേജുള്ള ഈ പുസ്തകം ബ്രൂസ്ലി സാറ് ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഒരു 3/4 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റത്തില്ല. അതിന് സാറിനോട് ഒത്തിരി നന്ദി സ്നേഹവും പറയുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഈ ഷൗക്കത്ജിയുടെ ഒരു സംഭാഷണത്തിൽ ഞാനിങ്ങനെ കേട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് സ്വന്തമാക്കലല്ല, അത് സ്വാതന്ത്ര്യം കൊടുക്കലാണെന്നുള്ളത്. ഇപ്പോ അരുന്ധതി റോയിക്കും ആങ്ങളയ്ക്കും മേരി റോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തത് ഒരു വലിയ സ്വാതന്ത്ര്യമായിരുന്നു. സ്വയം സെൽഫ് എവോൾവ്മെന്റ്, സ്വന്തമായിട്ട് വളർന്ന് വികസിക്കാൻ, വ്യക്തിത്വം ഉണ്ടാകാനായിട്ട് അവർ അനുവദിച്ചിരുന്നു എന്നുള്ളത് വേണം ഞാൻ കണക്കാക്കാനായിട്ട്. പക്ഷെ അത് സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല. എന്നെയോ നമ്മളെ പോലുള്ള പേരൻസിന് നടക്കാൻ പറ്റുന്ന കാര്യമില്ല. 10-21 വയസ്സുള്ള ഒരു കൊച്ചിനെ ഡൽഹിയിലേക്ക് സ്വന്തമായിട്ട് വണ്ടി കയറി പോവുകയും അവിടെ ഒരു 10-12 വർഷത്തോളം താമസിക്കുന്ന കാലാവധിക്ക് ഉള്ളില് ഈ അമ്മ ഒരിക്കൽ പോലും അവരെ വിളിച്ചിട്ട് നിനക്ക് സുഖമാണോ, നീ അവിടെ സെറ്റിലായോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ജീവിതമൊക്കെ എന്തെങ്കിലും സുഖമായിട്ടാണോ പോകണമെന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ലെന്നാണ് അവർ ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. അപ്പോൾ എത്ര പേരൻസിന് അത്രയും ദൃഢമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഒരുപക്ഷെ ഈ മഹത്തായ ചില വ്യക്തിത്വങ്ങൾ രൂപപ്പെടുമ്പോഴത്തേക്ക് ഇതേപോലെയുള്ള അവരുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം സെറ്റ്ബാക്സ് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗാന്ധിജി ഫാദർ ഓഫ് ദി നേഷൻ ആയിരുന്നു, പക്ഷേ ഹി വാസ് നെവർ ഫാദർ ഓഫ് ദി ചിൽഡ്രൻ എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ മകൻ മൂത്ത ഹരി എന്നൊക്കെ പറയുന്ന ആളും ഒക്കെ വേറെ ഒരു രീതിയിലൊക്കെ പോയപ്പോഴൊന്നും ഗാന്ധിജി അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോയില്ല, അല്ലെങ്കിൽ കുടുംബം നന്നായിട്ട് നോക്കിയില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ മേരി റോയി പടുത്തു ചേർത്താൻ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളോട് അവർ മല്ലിട്ട് പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് അവരുടെ ലക്ഷ്യം ഭയങ്കരമായിരുന്നു. അപ്പോൾ ഇതേപോലെ മഹത്തായ ചില പേഴ്സണാലിറ്റികൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവരുടെ വിഷൻ ഭയങ്കരമായിരിക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ സംഭവിച്ചതെന്ന് വിശ്വസിക്കാനായിട്ട് എനിക്ക് ഈ പുസ്തകം കുറച്ച് വായിച്ചപ്പോഴത്തേക്ക് തോന്നിയത്. പിന്നെ ഒരിക്കലും ഇപ്പൊ നേരത്തെ ഇവിടെ ആരാണ്ട് പറഞ്ഞതുപോലെ അമ്മയ്ക്കും മകളോടും എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ പറ്റിയെന്ന് ചോദിക്കുന്നതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും എനിക്ക് ആൻസർ പറയാനല്ലോ. ഒരുപക്ഷെ ഇവരുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഇവരുടെ അഡൽട്ട്ഹുഡിലുള്ള ട്രോമയൊക്കെ, മേരി റോയിയുടെ ട്രോമയൊക്കെ ഇതിനൊക്കെ ഒരുപക്ഷെ ബാധിച്ചിരിക്കാം. കാരണം ഈ കുട്ടികൾ ഇയാളിൽ നിന്ന് ഉണ്ടാവുകയും പിന്നെ ഇയാൾ മുഴുകുടിയനായി പോവുകയൊക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഇവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും.
സ്വന്തം നിലനിൽപ്പ് എങ്ങനെ ഞാൻ നേടും എന്നൊക്കെ ഉള്ള ഒരു നിസ്സാര ചിന്തയൊന്നുമല്ലല്ലോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സത്വബോധത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ അവര് ഊട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വിടുന്നതും ഇവരെ ഒരു മൈൻഡും ചെയ്യാതെ ഇതുങ്ങളെ പിന്നെ അയ്മനത്തേക്ക് കൊണ്ടുവരണതും ഇവിടെ വളർന്ന് വികസിക്കുന്നതൊക്കെ ഒരു വലിയ ചരിത്രമാണ്. ഇവർ ഈ മരിക്കുന്ന സമയത്തിന് ഏകദേശം 2022 ആ ഒരു സമയത്ത് കാലാവധിക്ക് അടുത്ത് മാത്രമാണ് ഇവർക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇവരുടെ നിന്ന് പോകുന്നത്. ഐ ലവ് യു. അതിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇവർ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് ഒരു മെസ്സേജ് ഇങ്ങനെയാണ്. അമ്മ മകൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അവരുടെ ഏതോ ഒരു ടൈപ്പിസ്റ്റിനെ കൊണ്ട് അവരാരോട് പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുന്നു. അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു: there is no one in the world whom I have loved more than you എന്ന് മകളോട് ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ പറയുകയാണ്. ഇവർക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അമ്മയിൽ നിന്നും ഒരിക്കലും അമ്മ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും, നല്ല എഴുത്തൊക്കെ വരുമ്പോഴത്തേക്ക് പ്രോത്സാഹിപ്പിക്കുന്നു എങ്കിൽ പോലും ഇത്രയും ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ എഴുതി ഒരു ടെക്സ്റ്റ് മെസ്സേജ് അമ്മയിൽ നിന്ന് വരിക എന്നുള്ളത് അരുന്ധതി റോയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതൊരു ഇമ്മീഡിയറ്റ് തന്നെ അതിനൊരു മെസ്സേജ് തിരിച്ചു കൊടുക്കുകയാണ്. അമ്മയ്ക്ക് മകൾ എഴുതി കൊടുക്കുന്ന മെസ്സേജാണ്: യു ആർ ദ മോസ്റ്റ് അൺയൂഷ്വൽ വണ്ടർഫുൾ വുമൺ ഐ ഹാവ് എവർ നോൺ. ഐ അഡോർ യു എന്നും പറഞ്ഞ് ഇവര് തിരിച്ച് ടെക്സ്റ്റ് മറുപടി കൊടുക്കുകയാണ്. അപ്പോ കൾമിനേഷൻ ഓഫ് ടു ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് അത് വരുന്നത് അവരുടെ എൻഡിനോട് ചേർന്നാണ് വരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞ ഈ മക്കള്, ഈ കുട്ടികള് പേരൻസിന്റെ വ്യഥകൾ കണ്ട് വളരണമെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് പക്ഷേ അരുന്ധതിയുടെയും മകളുടെയും ഒക്കെ ജീവിതത്തിലായിരിക്കുന്നത്. കാരണം ഇവര് ഒരു സ്ഥലത്ത് ഇറക്കി വിടപ്പെടുന്നു, ഇങ്ങനെ അച്ഛനിങ്ങനെ മുൾക്കുടിയനായി പോകുന്നു, കുടുംബം നോക്കുന്നില്ല, ഈ സ്ത്രീ ഒറ്റയ്ക്ക് പടവെട്ടി മുന്നേറാൻ നോക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞിട്ട് വേറൊരു രീതിയിൽ വഴിവെച്ച് വേറൊരു രീതിയിൽ ഇവർ പോകാതെ മറ്റൊരു രീതിയിലേക്കൊന്നും പോകാതെ ഏകദേശം ഒന്നില്ലെങ്കിൽ മേരി റോയോ അല്ലെങ്കിൽ അതിനോട് വളരെ ശ്രേഷ്ഠകരമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് അരുന്ധതി റോയ്ക്ക് സാഹിത്യത്തിലൂടെ തൻ്റെ രചനകളിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സമൂഹത്തിൽ അവരും പടവെട്ടി മുന്നേറി ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി മാറാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് ചെയ്ത ഏറ്റവും വലിയ നേട്ടം. ഒന്ന്, സ്കൂളിന്റെ ഇത്രയും വലിയൊരു സമൂഹത്തിന് നൽകിയ സംഭാവന മേരി റോയ് എടുക്കുന്നുണ്ടായതും, സാഹിത്യത്തില് അല്ലെങ്കിൽ തന്റെ കാഴ്ചപ്പാടുകളിലും നിലപാടുകളിലും അരുന്ധതി റോയ് എഴുത്തിലൂടെ കാണിക്കുന്നതുമാണ് അവർ സമൂഹത്തിന് ചെയ്ത ഏറ്റവും വലിയ സംഭാവന. പക്ഷെ ഇതിന്റെ ദുർഭാഗ്യവശം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു കാര്യം ക്രിസ്തീയ സമുദായത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ട് ഇവിടുത്തെ സഭാ നേതൃത്വമോ അല്ലെങ്കിൽ ആൺവർഗമോ എണീറ്റ് വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സേവനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ നേട്ടം കിട്ടിയ ഈ സ്ത്രീ ജനങ്ങളെ ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്ന ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞ ആൾക്കാർ പോലും അവരെ അടവറിയുന്നില്ല, അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് അത് അഗൻസ്റ്റായിട്ട് പിന്നെയും വിമർശന ശരങ്ങളൊക്കെ ഉയർത്തിയാണ് മേരി റോയി ആ സമയത്ത് അവർ സ്വീകരിച്ചത്. പക്ഷേ ഇതിനേക്കാൾ ഉപരി ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് സമൂഹത്തിന് നൽകിയ നേട്ടം അത്ഭുതാവഹമാണ്. അത് സാധാരണ നമ്മൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ആയതുകൊണ്ടാണ് ഇത് നമുക്കൊരു മരീചിക പോലെ അല്ലെങ്കിൽ ഒരു വല്ലാത്ത പുസ്തകം പോലെ, ഒരു ജീവിതകഥ പോലെ അനാവരണപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഒരു സെക്കൻഡ്. ഔസഫ് മാഷ് ആ സാഹിത്യത്തിന് നൽകിയ സംഭാവന എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർത്തു. ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ ജർമ്മനിയിലുണ്ട്, ജർമ്മൻ സിറ്റിസൺ ആയിട്ടുണ്ട്. പുള്ളി എനിക്ക് ജർമ്മൻ ഭാഷയിൽ ഇറങ്ങിയ ഇതേ കവർ ചിത്രത്തോടു കൂടി ജർമ്മൻ ഭാഷയിൽ ഇറങ്ങിയ മദർ മേരി കംസ് ടു മീയുടെ കവർ പേജ് പുള്ളിയും വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്നുള്ളത് എനിക്ക് ഇട്ട് തരികയാണ്. അപ്പൊ ഞാനത് ഓർക്കുന്നത് ലോകത്തിന്റെ എത്രയോ ഭാഗങ്ങളിലുള്ള എത്രയോ ഭാഷകളിൽ ഒരേ സമയം നമ്മുടെ കേരളവും അയ്മനവും ഒക്കെ വായിക്കപ്പെടുകയും നമ്മളുടെ നാടിന്റെ ഒരു കീർത്തി, ആ ഒരു സംസ്കാരത്തിന്റെ ആ ഒരു എന്താ പറയുക, ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറാൻ കഴിഞ്ഞ രണ്ട് വിശ്രുദ്ധരായിട്ടുള്ള മനുഷ്യരെ കുറിച്ചുള്ള അവരാൽ
ഈ പറയുന്ന ഈ പുസ്തകം ഇറങ്ങിയിട്ടുള്ള എല്ലാ ഭാഷകളിലും സ്വാഭാവികമായിട്ടും ഇവർക്ക് ആരാധകരുണ്ട്, ഇവർക്ക് വായനക്കാരുണ്ട്. ഇവ ഈ ഈ ഈ പറയുന്ന എല്ലാവരിലേക്കും നമ്മുടെ കേരളവും നമ്മുടെ നാടും മലയാളവും ഒക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകളെ കുറിച്ചുള്ള ഒരു കേൾവിയും അറിവും ഉണ്ടാവുകയല്ലേ ഇവരിലൂടെ എന്ന് ഓർക്കുമ്പോൾ നമ്മൾക്ക് ചെറിയ ഒരു അഭിമാനം തോന്നും. ഞാനത് ഇങ്ങനെ ഓർത്തപ്പോ ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിയാണ് മാഷെ. രണ്ടാമതേ, ഇവരുടെ മാനവികതയും ഒരു പ്രത്യേക നേർക്കാഴ്ചയാണ്. ഇപ്പൊ മാഷ് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് കിട്ടിയ ആ ബുക്കർ പ്രൈസിന്റെ എമൗണ്ട് ഇവർ ഉടനെ ഇരുന്ന് വേണ്ടപ്പെട്ടവർക്ക് കൂടി പിച്ച് ചിന്തി അതിന്റെ ഭാഗം വെച്ച് കൊടുക്കുന്നതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാനവികത ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യത്വം ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അവർ 500 രൂപയ്ക്ക് വേണ്ടി 100 രൂപയ്ക്ക് വേണ്ടിയൊക്കെ ഡൽഹിയിൽ ജീവിച്ചിരുന്ന സമയത്ത് വാടക കൊടുക്കാൻ പോലും ഇല്ലാതിരുന്ന സമയത്തൊക്കെ ഉള്ളവരുടെ കഷ്ടപ്പാടില്ലാത്ത പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും പൈസ അക്കോമഡേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തെ അവർ തന്നെ സ്തബ്ധയായിപ്പോയി. അപ്പോൾ ഉടനെ അവർക്ക് പിന്നെ രണ്ടാമതൊരു സെക്കൻഡ് തോട്ട്സ് ഇല്ല. അവരത് വേണ്ടപ്പെട്ടവർക്കൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ പകുത്തു കൊടുക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അത് ഇവര് പിന്നെ എന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാർ ഇതിനകത്ത് നെഗറ്റീവ്സ് കാണുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ പോലിക്കുന്നില്ലേ, അല്ലെങ്കിൽ ഈ സ്ത്രീ ഇതേമാതിരി തുറന്നെഴുതിയില്ലേ, അവള് ഗർഭഛിദ്രം നടത്തിയില്ലേ, അവള് പല പുരുഷരായിട്ട് സ്നേഹിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മറ്റീരിയലാണ്. ഇതെല്ലാം ഇവര് തുറന്നെഴുതിയതുകൊണ്ട് നമ്മൾ അറിയുന്നു. തുറന്നെഴുതാത്ത ഓപ്പൺ ആയിട്ടുള്ള കഥകള് ഹിസ്റ്ററിയിൽ എന്തുമാത്രം ഉണ്ട്. ഇത് തുറന്നെഴുതിയ കാരണം അവർ സത്യസന്ധമായിട്ട് അവരുടെ കാര്യം തുറന്നെഴുതിയത് കൊണ്ടല്ലേ വിമർശിക്കപ്പെടുന്നത്. ചരിത്രത്തിന്റെ നാളുകളിൽ അറിയപ്പെടാതെ ഈ നിഗൂഢമായ ജീവിതം നയിച്ച എത്രയോ മനുഷ്യരുണ്ട്. സത്യമല്ലേ? ഔസേപ്പ് സാറേ, അതിനോട് ചേർത്തൊന്ന് പറഞ്ഞോട്ടെ. ഞാനിപ്പോ ഈ പുസ്തകത്തില് അതേപോലെ അവർ പറയുന്നുണ്ടല്ലോ, അവർക്ക് നല്ല മാർക്കൊക്കെ കിട്ടി അമ്മ അവരെ എന്താ പറയാ അവർക്കൊരു അക്കളൈഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ, അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിലിരുന്ന ഒരാൾ കരയുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ബ്രദറിന് അതേ സമയം തന്നെ അടിയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ വഴക്കാണ് കേൾക്കുന്നത്. അപ്പൊ അവിടെ അവർക്ക് ആ ബ്രദറിനോടുള്ള ഒരു എനിക്കത്ര സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം അപ്പുറത്ത് എൻ്റെ സഹോദരന് അടി കിട്ടിയതിന്റെ വിഷമത്തിൽ ഇരിക്കാന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ കാണുന്നുണ്ടല്ലോ അവർക്ക് ആ ഒരു സഹോദര സ്നേഹവും. അപ്പോ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. ഞാനൊരു എംഫിലിന് പഠിക്കുന്ന കാലത്താണ് ആദ്യത്തെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ചത്. അന്ന് സത്യത്തിലൊരു തരംഗമായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇരുന്ന് എന്താ പറയാ എംഫിലിനെ ചേർന്നവരൊക്കെ ഇരുന്ന് അത് ഡിസ്കസ് ചെയ്ത് അതിനെ കുറിച്ചിട്ട് നമുക്ക് എംഫിലിലേക്ക് എടുത്താലോ എന്നൊക്കെ ഒരു ആലോചന വരെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്രയും നമ്മളെ സ്വാധീനിച്ചൊരു പുസ്തകമായിരുന്നു അന്നത്തെ കാലത്ത് ആ പുസ്തകം. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവരെ കാണാനിടയായതും മാത്രമല്ല, അവരിൽ നേരിട്ട് കേട്ട് അവരുടെ ആ ബ്രദറുമായിട്ടുള്ള അവര് തമ്മിലുള്ള ഒരു ആത്മബന്ധമൊക്കെ അവിടെ കാണാൻ സാധിച്ചു സെന്റ് ജോസഫ്സിൽ പോയപ്പോൾ. അപ്പൊ അത് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിന്റെ അടിവേരുകളിലേക്ക് പോകാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു മനുഷ്യ സ്ത്രീ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആക്ടിവിസ്റ്റ് എന്നോ വേറെ ഏത് പേരിട്ട് അവരെ വിളിച്ചാലും ഒരു മനുഷ്യത്വമുള്ള അല്ലെ, അമ്മയെ പോലും ഇത്രയൊക്കെ അമ്മ അനുഭവിച്ചതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇങ്ങനെ കാണിക്കേണ്ടി വന്നിട്ടുള്ളതെന്ന് അതിലും ഒരു അതെ 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 അതെ. അതുകൊണ്ടാണല്ലോ അതിന്റെ പേര് പറയുന്നത് ബീറ്റിൽസിന്റെ അതിൽ നിന്നാണെങ്കിൽ പോലും. അപ്പോ സന്തോഷം സാറേ. ഇനി ആരെങ്കിലും അതിനോട് ചേർത്തൊന്ന് പറയുന്നുണ്ടോ? കുട്ടികളാരെങ്കിലും? ഇനി ആർക്കും കൂടുതലായിട്ടൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ഫൈൻഡപ്പ് ചെയ്യാം. ബ്രൂസ്ലി മാഷും തിരക്കുകളിലായിരിക്കും അല്ലേ സാറേ? സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് അതിന്റെ തിരക്കുകളുടെ ഇടയിലും നമ്മളൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞപ്പോ ഉടനെ അത് ഏറ്റെടുത്തത് ചെയ്യാൻ കാണിച്ചൊരു നമ്മൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ സന്തോഷമുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സന്തോഷമല്ലേ. അതിനകത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങള് അങ്ങനെ എനിക്കില്ല. നമ്മൾ എല്ലാവരുടെയും സമയമാണല്ലോ ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ സാറ് എപ്പോ പറയുമ്പോഴും അജീഷ് കുമാർ സാറൊക്കെ എപ്പോ പറഞ്ഞാലും നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച് പെട്ടെന്ന് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സന്തോഷം വേറെ തന്നെയാണ്.
ഇപ്പൊ കുട്ടികളിങ്ങനെ ഒരു ടീച്ചിങ് പ്രാക്ടീസിന്റെ ഇടയിലായതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാനും മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ്. മാത്രമല്ല ഈ ആഴ്ച ഇന്ന് ഒഴിവാണല്ലോ, അപ്പോ നമുക്ക് മാറ്റി വെക്കാന്ന് വിചാരിച്ചത് പെട്ടെന്ന് അങ്ങോട്ട് വരികയും എന്നാൽ ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് പ്രശ്നം സോൾവ് ആവുകയും ചെയ്യുന്ന വലിയൊരു റിലീഫ് തന്നെയാണ്. അപ്പൊ അതില് സാറിനുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ താങ്ക് യു സർ. സന്തോഷം ടീച്ചറെ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം ഇങ്ങനെ പറയാനും അത് നമുക്ക് ചെയ്യാനും സാധിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു സന്തോഷങ്ങളിൽ ഒന്നുമാണ്. അപ്പൊ പിന്നെ അങ്ങനെ അതിനകത്ത് വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ. അക്ഷയ, നമുക്കെന്നാന്ന് അതിന്റെ ചെയ്യാം അതൊക്കെ. ഇന്നത്തെ പരിപാടിയുടെ ഔദ്യോഗിക നന്ദി പ്രകാശനത്തിനായി നമ്മുടെ കോളേജിലെ 2ാം വർഷ ബി.എഡ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ അഫ്ര ഇയെ ഏറെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രതിവാര പുസ്തക വായന പരിപാടി സമാപിക്കുന്ന ഈ വേളയിൽ ആദ്യമായി ഈ പരിപാടിക്ക് അവസരം ഒരുക്കി തന്ന SNM ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിസ്നി മിസ്സിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സായ കൃഷ്ണകുമാർ സാറിനും ഹീര മിസ്സിനും മോണിക മിസ്സിനും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അടുത്തതായി ഈ പുസ്തകം വളരെ മനോഹരമായി അവതരിപ്പിച്ച ബ്രൂസ്ലി കുരുവിള തോമസ് സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ മോഡറേറ്ററായ അക്ഷയ്ക്കും സ്വാഗതം പറഞ്ഞ ഐശ്വര്യയ്ക്കും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി വിജയകരമാക്കാൻ കൂടെ നിന്ന എല്ലാവർക്കും, കൂടാതെ വായനയെ സ്നേഹിക്കുന്ന എല്ലാ പുസ്തകപ്രേമികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നന്ദി. സാറ് എത്താൻ പറ്റാത്തതിന് സാറിന് ചിലപ്പോ ഒരു വിഷമം തോന്നുന്നുണ്ടാവും. അതെ അതെ സാർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ വന്നേനെ. ഇപ്പോ ടീച്ചർ നമ്മുടെ കോളേജിലെ ടീച്ചറാണോ അതോ വേറെ അല്ല 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 ഞങ്ങള് പറഞ്ഞോളൂ ഹീര ടീച്ചർ. ടീച്ചർ തന്നെ ഒന്ന് പറഞ്ഞോളൂ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടീച്ചറായിട്ടല്ല വർക്ക് ചെയ്തത്. ഞാൻ സെൻട്രൽ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു IT കമ്പനിയിൽ ഞാൻ അതിന്റെ അഡ്മിനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവിടെ സോഫ്റ്റ്വെയർ ലാംഗ്വേജസും നെറ്റ്വർക്കിങ്ങും ഒക്കെ പഠിപ്പിക്കുകയും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, കമ്പനിയിലാണ്. അപ്പോൾ കടവന്ത്രയിലാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് വേഗം ജോയിൻ ചെയ്തത് ഉടനെ തന്നെ. അപ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തീരെ ഇപ്പം ഈ സമയം കിട്ടണില്ല എന്ന് പറയണതിൽ ഒരർത്ഥമില്ല. എന്നാലും ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് അതിനകത്ത് എൻഗേജ്ഡായി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ചങ്ങമ്പുഴ ഇതിൽ പാർക്കിൽ ഇങ്ങനെ ഒരു പുസ്തക നിരൂപണം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത്. അത് ഔട്ട്സൈഡിൽ നിന്ന് പേപ്പറിൽ നിന്നാണ് കണ്ടത്. അപ്പം ഞാൻ വേഗം ചെല്ലുകയും ഹീര ടീച്ചറെ പരിചയപ്പെടുകയും, അപ്പോൾ അന്ന് അവിടെ കലാച്ചിയൊക്കെ അവതരിപ്പിച്ച പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ ജെയ്സൺ. അപ്പൊ ജെയ്സൺ അവരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ ഇപ്പം ബ്രൂസ്ലി സാർ പറഞ്ഞതുപോലെയാണ് അജിത ടീച്ചറെ പറ്റിയിട്ട്. കാരണം എനിക്ക് ഒരു പുസ്തകം ാണ്. അപ്പൊ അവരെനിക്ക് അത്ഭുതപ്പെടുത്തി. ബിജി ടീച്ചർ ഒരേ സ്കൂളിലെ വർക്ക്. ഓക്കെ. അപ്പൊ അതും ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എന്താണ് പറയാ, സാംസയുടെ ബുക്ക്, അതായത് പട്ടുനൂൽപ്പുഴു എനിക്ക് വായിക്കാൻ തരികയും ഇത് ചീത്തയാക്കാതെ തന്ന മാത്രം മതി എന്ന് പറഞ്ഞ് 3 ആഴ്ച ഒരു ദിവസം ടീച്ചർ അവധിയായപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. കാരണം എനിക്ക് വായിച്ച് തീരാനും കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ അപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ ഈ വായനയുടെ ഒരു ഇത് കണ്ടത്. അപ്പൊ എനിക്ക് ഇതൊരു കോളേജിന്റെ ട്രെയിനിങ് കോളേജിന്റെ കൂട്ടായ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പഠിക്കുന്ന കുട്ടികളും ഇങ്ങനെ ടീച്ചേഴ്സും ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഈ പുസ്തകത്തിലേക്ക് എനിക്ക് ഒരു വഴികാട്ടിയും, അതായത് നമുക്ക് ഇങ്ങനെ ഇന്ററാക്ഷനിൽ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടുമല്ലോ പുസ്തകത്തിനെ പറ്റിയിട്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അപ്പം അതില് ഞാൻ ഇങ്ങനെ മറക്കാതെ കയറാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് എല്ലാ അറിവുകളും അതിന്റെ നിരൂപണങ്ങളും ആസ്വാദനവും ഒക്കെ തരുന്ന എല്ലാവരോടും ഇന്ന് പറഞ്ഞ ബ്രൂസ്ലി സാറിനോടും ഒക്കെ നന്ദി. അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ്. അപ്പൊ എന്റെ ഇൻട്രൊഡക്ഷൻ ഇതാണ്. എന്റെ പേര് സേതുലക്ഷ്മി. ഓക്കെ ടീച്ചർ. ചങ്ങമ്പുഴ പാർക്കിലെ ആ ഒരു കൂട്ടായ്മയെ കുറിച്ച് ബിജു ടീച്ചർ പറയാറുണ്ട്. ബിജു ടീച്ചർ ഇപ്പൊ വളരെയേറെ ആവേശവും വളരെയേറെ സമർപ്പിത മനസ്സും
അങ്ങനെയുള്ള ഒരാളാണ്. ഈ താഴത്തേക്ക് നോക്കിയേ നടക്കുള്ളൂ, പാഞ്ഞേ നടക്കുള്ളൂ. കുട്ടികൾക്ക് വേണ്ടി, പുസ്തകത്തിന് വേണ്ടി, കലാച്ചിയെ കുറിച്ചിട്ടൊക്കെ എന്നോട് പറഞ്ഞിട്ട് വായ നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കലാച്ചിയൊക്കെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞിരുന്നത്. ഹീര ടീച്ചറുടെ കാര്യങ്ങളും പറയാറുണ്ട്. ബ്രൂസ്ലി സാറ് അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ടീച്ചർ മാത്രമല്ല, ടീച്ചറുടെ വീട്ടിലെല്ലാവരും വായനക്കാരാണ്. ടീച്ചറുടെ സഹോദരി മഞ്ജു, പിന്നെ ബ്രദറ്, അച്ഛനും അമ്മ എല്ലാവരും നല്ല വായനക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം. ടീച്ചർ എപ്പോഴും പറയും, ചെറുപ്പത്തിലേ ഈ പറഞ്ഞ മാതിരി പുസ്തകം വായിക്കാനുള്ള ഒരു നെല്ലുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ മഞ്ജുവും അവരും വരാറുണ്ട്, ടീച്ചർ സഹോദരിയും വരാറുണ്ട്. അപ്പൊ നല്ലൊരു കൂട്ടായ്മയാണ്. സാറും പറ്റുമ്പോ ഒന്ന് വരണം. എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ 4 തൊട്ട് 6 വരെ അവിടെ ഉണ്ട്. 4 തൊട്ട് 5:30 വരെ പുസ്തക വായന, അതിനുശേഷം ഒരു ചർച്ച, അരമണിക്കൂർ, അങ്ങനെയാണ്. ചങ്ങമ്പുഴ റീഡേഴ്സ് ക്ലബ്ബ് എന്നാണ് അതിന്റെ പേര്. സാറ് പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ആ വഴിക്കൊന്ന് കയറാൻ ഞാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരു ദിവസം വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇത്രയും ദൂരമുള്ളത് കൊണ്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പിന്നെ ആ ഒരു പരിസരത്തുള്ളവരാണല്ലോ. അപ്പൊ ഇത്തരത്തിൽ കുറെ കൂടി ഇപ്പൊ കലാച്ചിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഈ വർക്ക് സീയിങ് എന്ന് പറയാവുന്ന രീതിയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ വരണം എന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതിലൊരു അനുബന്ധമായിട്ട് ഞാൻ പറയും, ഇതിനകത്ത് ഹീര ടീച്ചർ അത് മറച്ചു വെച്ചതെന്നാ തോന്നുന്നത്. എനിക്ക് ഇനി അടുത്ത നിരൂപണം ആസ്വാദന ഹീര ടീച്ചറുടെയാണ്. അതായത് കമ്പളി കണ്ടത്തെ കൽഭരണികളെ പറ്റിയിട്ടുള്ള അത് മാം തൽക്കാലം ഓർക്കാതിരിക്കട്ടെ. കാരണം ഇവിടെ കുറച്ച് ഒന്നും ആയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പഠിപ്പുര പതുക്കെ തുടങ്ങും. അതെന്താണ്, നാളെയാണോ? അല്ല, അടുത്ത മാസമാണ്. ജൂലൈ 23rd എനിക്കൊരു സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്. ബിജി ടീച്ചറൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതെ. ഏറ്റവും ഞാൻ ഇതിനകത്ത് എനിക്ക് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ഈ 2 കൂട്ടായ്മകളിലാണെങ്കിലും നമുക്ക് പുസ്തകത്തിന്, അതായത് ഓരോരുത്തരും അവരവർക്ക് എന്താന്നുള്ള എന്തോ ഒരു കാര്യം പോലെ, അല്ലെങ്കിൽ ഒരു സുപ്രീമസി പോലെയല്ല പറയുന്നത്. നമുക്ക് ആ 2 ഇപ്പൊ ചങ്ങമ്പുഴയിലാണെങ്കിലും ഈ കൂട്ടായ്മയിലാണെങ്കിലും നമുക്ക് എല്ലാവരും ഒരു ഈക്വൽ ആയിട്ട് ഓരോരുത്തരും വായിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. അതെന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഇങ്ങനെ കയറാനും. അല്ലാതെ നമ്മളൊരു പെട്ടെന്ന് എന്തോ അതൊരു വിസ്മയകരമായിട്ടും എന്താണ് പറയാ, അങ്ങനെ കാര്യങ്ങൾ ഒരു ഊതിപ്പെരുപ്പിച്ചിട്ട്, അതായത് ഒരു സെൻട്രലൈസേഷൻ, ഇത് ഒരു അപ്രാപ്യമായിട്ടുള്ള സംഗതിയാണെന്നൊന്നും അല്ലാതെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് 2 ഞാൻ കണ്ടു. അപ്പോൾ എസ്പെഷ്യലി ഫിജി ടീച്ചറൊക്കെ എനിക്ക് ആ പുസ്തകം തന്നു കഴിഞ്ഞപ്പോൾ, അയ്യോ, എനിക്ക് അതിൽ നിന്ന് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ അധികം വായിക്കാൻ തുടങ്ങി, വീണ്ടും വീണ്ടും എടുത്തിട്ട് വേറെ വേറെ പുസ്തകങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്നെ വല്ലാതെ ഇറ്റ് ഹംബിൾഡ് മീ ദാറ്റ് മച്ച്. ഓക്കെ, ചിലപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് അങ്ങനത്തെ ഒരു പെരുമാറ്റമുള്ള കാര്യം പറയാണ്. പുസ്തകങ്ങളൊക്കെ ആവുമ്പോൾ നമ്മളെല്ലാവരും ഞാൻ ഇത് കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ അല്ല, ആൾക്കാരിങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പൊ എനിക്കും ചിലപ്പോൾ അത്ര ഒരു ഉദാരം മനസ്ഥിതി ഉണ്ടോ എന്ന് എന്നെ തന്നെ എനിക്ക് നോക്കേണ്ടി വരും. ഞാൻ സ്വാർത്ഥമതിയാന്ന് പറയും ഈ പുസ്തകം കൊടുക്കുന്നതിൽ. പക്ഷെ അങ്ങനെ ഒരു പെരുമാറ്റം കണ്ടിട്ടാണ് എനിക്ക് അതിൽ നിന്ന് വായിക്കാൻ പറ്റിയത്. അപ്പൊ എനിക്ക് ഈ 2 കൂട്ടായ്മയ്ക്ക് എനിക്ക് വളരെ ആദരവാണുള്ളത്. നമ്മളെ വായിക്കാൻ പഠിപ്പിക്കുന്നത്. എല്ലാവരും നമ്മുടെ സംശയങ്ങളൊക്കെ ഇപ്പൊ ചങ്ങമ്പുഴയിലായാലും നമ്മൾ അന്യോന്യം പറയാണ്. ആർക്കും ഒന്നും പറയാൻ മടിയൊന്നുമില്ല. അവർക്ക് എന്താണോ അറിയേണ്ടത് അത് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നന്ദിന്റെ ഈ ഒരു കാര്യത്തിൽ. ഞാൻ ഇതിനകത്ത് എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ചൊരു ഡിജക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ പറയുന്നതും എഴുത്തും എഴുത്തുകാരിൽ വ്യത്യാസമായിട്ട് ചില ഇൻസ്റ്റൻസ് ഒക്കെ കണ്ടപ്പോ എന്തിനാണെന്നൊക്കെ തോന്നലും എനിക്ക് വന്നുപോയി. പിന്നെ എനിക്ക് തന്നെ വായന ഇല്ലാതെയുമായി പോയി. പക്ഷെ ഇപ്പൊ എനിക്ക് ഹാപ്പി. എല്ലാവർക്കും ഇപ്പം ബ്രൂസ്ലി സാറിനായാലും ബ്രൂസ്ലി സാറിന് താങ്ക് യു, ഈ പുസ്തകം പരിചയപ്പെടുത്തിയതിനും ഒക്കെ താങ്ക് യു. ഓക്കെ ബ്രൂസ്ലി മാഷേ, അപ്പോ ശുഭരാത്രി എല്ലാവർക്കും. ഓക്കെ ടീച്ചറെ, പറയണം. താങ്ക് യു. ടീച്ചർ എല്ലാം പറഞ്ഞു, എന്നാലും പറയണം. ബ്രൂസ്ലി സാർ ബ്രൂസ്ലി മാഷ് താങ്ക് യു. ഗുഡ് നൈറ്റ്. ഇത് മാമിനെ നമുക്ക് ശനിയാഴ്ച കണ്ടുമുട്ടാം. ഓക്കെ.